സ്റ്റുഡൻസ്, എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ BSc നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഫൈനൽ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം പ്രിപ്പറേഷന്റെ പാർട്ടായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഓൾറെഡി നമ്മൾ ബയോകെമിസ്ട്രി ന്യൂട്രീഷന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. മുന്നേ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ബയോകെമിസ്ട്രി ന്യൂട്രീഷനും നഴ്സിംഗ് ഫൗണ്ടേഷനും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്ലാസ്സസ് കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നഴ്സിംഗ് ഫൗണ്ടേഷന്റെ ഒക്ടോബർ 2024 നടന്ന ഒരു റെഗുലർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്കറിയാം, നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ 1 ഫസ്റ്റ് സെമ്മിൽ പഠിച്ചു, നഴ്സിംഗ് ഫൗണ്ടേഷൻ 2 സെക്കൻഡ് സെമ്മിൽ പഠിച്ചു. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ ചില കുട്ടികൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഫസ്റ്റ് സെമ്മിൽ പഠിച്ചത് അധികം ചോദിക്കത്തില്ലായിരിക്കും, സെക്കൻഡ് സെമ്മിലാണല്ലോ നമ്മൾ എക്സാം എഴുതുന്നത്, അപ്പൊ സെക്കൻഡ് സെമ്മിനായിരിക്കും അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇത് രണ്ടും മുന്നേ ഞങ്ങൾ ഇയർ എക്സാം ആയിരുന്ന സമയത്ത് കമ്പൈൻഡ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഒരുമിച്ച് പഠിച്ചിരുന്നു. നിങ്ങളിപ്പോൾ അത് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇതിലെ ഓരോ ചാപ്റ്റേഴ്സിനും ഇമ്പോർട്ടൻസ് ഒരുപോലെയാണ്. എല്ലാ ചാപ്റ്റേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ ചില ചാപ്റ്റേഴ്സ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത ചില ചാപ്റ്റേഴ്സും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്, എങ്ങനെയാണ്, എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അത് എത്രത്തോളം പേജസ് നിങ്ങൾ എഴുതണം, എന്തൊക്കെ കണ്ടന്റുകളാണ് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ് നഴ്സിംഗ് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ കുറച്ച് സപ്പോർട്ട് വേണ്ടത്, അപ്പൊ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ നമ്മുടെ ചാനലും നമ്മുടെ കോഴ്സും റെക്കമെൻഡ് ചെയ്യുക. ഫസ്റ്റ് സെമസ്റ്റർ മുതൽ 7th സെമസ്റ്റർ വരെയുള്ള എല്ലാ ബാച്ചസിനും നമ്മൾ ക്ലാസ് കൊടുത്തു വരുന്നുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് സെമസ്റ്റർ നിങ്ങൾക്കും ഒരുവിധം ഇതുവരെ പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ ധൈര്യമായിട്ട് കോഴ്സിന് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതിന്റെ നോട്ട്സും ഓരോ ചാപ്റ്ററിലും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഫൈനൽ എക്സാമിന് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസിന്റെ ലിസ്റ്റും സഹിതം നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ MCQസും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഒപ്പം നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട്സുകൾ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്ത് ഡൗട്ട്സും, നഴ്സിംഗ് സബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് അസിസ്റ്റൻസ് ഞങ്ങൾ നമ്മുടെ നഴ്സിംഗ് ട്യൂഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കും. വളരെ കുറച്ച് സമയമാണ് ഇനി നമുക്ക് എക്സാമിന് ഉള്ളത്. പല യൂണിവേഴ്സിറ്റികളിലും ഡേറ്റ് വന്നു, ആഴ്ചകൾ മാത്രമാണ് ഇനി എക്സാമിനുള്ളത്. മറ്റു ചില യൂണിവേഴ്സിറ്റികളിൽ എക്സാം ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. മറ്റു ചില യൂണിവേഴ്സിറ്റികളിൽ ഡിസംബറിലാണ് ഒരു എക്സ്പെക്ടഡ് ഡേറ്റ് പറയുന്നത്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ആണെങ്കിലും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും എല്ലാവരും പഠിക്കുന്നത് ഒരേ സിലബസ് ആണ്. നഴ്സിംഗിന് നമുക്ക് ഒരു സിലബസേ ഉള്ളൂ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ നഴ്സിംഗ് സിലബസ്. അതാണ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത്. ആ ഒരു എക്സാമിന്റെ ആ ഒരു ടൈം ഓഫ് എക്സാം മാത്രമാണ് മാറി വരുന്നത്. സോ ഇത് കേരള യൂണിവേഴ്സിറ്റിയിലുള്ളതാണ് അല്ലെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കുള്ളവർക്കാണ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾക്കറിയാം, ഈ ഒരു നഴ്സിംഗ് ഫൗണ്ടേഷൻ ഏതൊരു സബ്ജക്റ്റിനെയും പോലെ ഇവിടെ 75 മാർക്സിനാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്. അതിൽ ആദ്യത്തെ 12 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യന്റെ ഈ ഒരു ഫസ്റ്റ് പോർഷൻ നോക്കുക. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ടു ദ പോയിന്റ് നീറ്റ്ലി ആൻഡ് ലെജിബിളി. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിരിക്കണം. കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്ത് ആൻസർ ചെയ്തിരിക്കണം. അത് നീറ്റ് ആയിട്ടും കാണുന്നവർക്ക് ക്ലിയർ ആയിട്ടും മനസ്സിലാകുന്ന രീതിയിൽ ലെജിബിൾ ആയിട്ടുമായിരിക്കണം എഴുതിയിരിക്കേണ്ടത്. അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ഭംഗിയായിരിക്കണം എന്നല്ല, പകരം ഒരു നീറ്റ്, ആ ഒരു പ്രസന്റേഷൻ പ്രോപ്പർ ആയിരിക്കണം. അതുപോലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിന്റെ ഇടയ്ക്ക് ബ്ലാങ്ക് സ്പേസസ് വിടരുത്.
ഇനി അഥവാ നിങ്ങൾ ബ്ലാങ്ക് സ്പേസ് വിട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എക്സാം പേപ്പർ കൊടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ ജസ്റ്റ് വരച്ച് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കരുത്. ഒരു സിംഗിൾ ലൈൻ കൊണ്ട് ഒന്ന് ക്രോസ് ഔട്ട് ചെയ്യാൻ മറന്നും പോകരുത്. ക്രോസ് ഔട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പേപ്പർ അടുത്ത പേപ്പർ ആ ഒരു ബ്ലാങ്ക് സ്പേസിന് അടുത്ത സ്പേസ് ടീച്ചേഴ്സ് ചെക്ക് ചെയ്യത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം അങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. ചില ടീച്ചേഴ്സ് ആണെങ്കിൽ മറിച്ച് നോക്കും, ചിലർ അത് നോക്കത്തേ ഇല്ല. സോ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. നീറ്റായിട്ട് എഴുതുക, ക്ലിയർ ആയിട്ട് എഴുതുക, ബ്ലാങ്ക് സ്പേസസ് ഇടാതിരിക്കുക. ഒപ്പം ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അവിടെ എഴുതിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന്റെ ആൻസർ ശരിയാണെങ്കിൽ പോലും മാർക്ക് കിട്ടത്തില്ല, 0 ആയിരിക്കും മാർക്ക്. ആ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കണം. അതുപോലെ ചില ക്വസ്റ്റ്യൻസിൽ 1, 2, 3 പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സിംഗിൾ ക്വസ്റ്റ്യൻ തന്നെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അങ്ങോട്ട് മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അതിലെ ഓരോ പാർട്ട് ഓഫ് ക്വസ്റ്റ്യനും കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ പാർട്ടിലുമുള്ള ആൻസറിന് അവിടെ കൃത്യമായിട്ട് മാർക്ക് കിട്ടത്തുള്ളൂ. അതിന് എക്സാമ്പിൾ പറയാം. 3 പാർട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ടോട്ടൽ മാർക്കിനെയും 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പാർട്ടിന് 2 മാർക്ക് പറഞ്ഞിട്ടുണ്ടാകും, രണ്ടാമത്തെ പാർട്ടിന് 5 മാർക്ക് പറഞ്ഞിട്ടുണ്ടാകും, മൂന്നാമത്തെ പാർട്ടിന് 8 മാർക്ക് പറഞ്ഞിട്ടുണ്ടാകും. സോ നിങ്ങൾ ഈ ഫസ്റ്റ് പാർട്ട് എഴുതിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ 2 മാർക്ക് കിട്ടത്തില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും നിങ്ങൾ എത്ര തന്നെ നന്നായിട്ട് എഴുതിയാലും ഔട്ട് ഓഫ് 13 മാത്രമേ പിന്നെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. So each and every part of the question to be answered. എല്ലാ ക്വസ്റ്റ്യന്റെയും പാർട്ട് ആൻസർ ചെയ്തിരിക്കണം. അതുപോലെ leave sufficient space between answers. ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ഗ്യാപ്പ്, കാരണം അത് കൃത്യമായിട്ട് ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ടഡ് ഫ്രം ഹിയർ ആൻഡ് എൻഡഡ് ഹിയർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സഫിഷ്യന്റ് സ്പേസ് ഓരോ ആൻസറിനും ഇടയ്ക്ക് കൊടുക്കുക. ഇനി എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഡയഗ്രാംസ് വേണ്ടത് അവിടെയെല്ലാം ഡയഗ്രാംസും കൊടുക്കുക. നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം എക്സാം കഴിഞ്ഞിട്ട് വരുന്ന പല കുട്ടികളും ടീച്ചറെ ഞാൻ നമ്പർ ഇടാൻ മറന്നുപോയി, ഞാൻ അതിലൊരു പേപ്പർ വിട്ടിരുന്നു പക്ഷെ ഞാനത് ക്രോസ് ഔട്ട് ചെയ്യാൻ മറന്നുപോയി, ഞാൻ അതിൽ ഫസ്റ്റ് പാർട്ട് എഴുതി തേർഡ് പാർട്ട് എഴുതി അതെല്ലാം നന്നായിട്ട് എഴുതി പക്ഷെ സെക്കൻഡ് പാർട്ട് ഞാൻ എഴുതാൻ വിട്ടുപോയി, മറന്നുപോയി, ഞാൻ ഈ പടം വരച്ചില്ല, പിക്ചർ വരച്ചില്ല. അപ്പൊ അതിന് പ്രശ്നമുണ്ടോ അത് ടെൻഷനോട് ചോദിച്ച ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും എടുത്തൊന്ന് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് നോട്ട് ഡൗൺ ദീസ് പോയിന്റ്സ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ടോട്ടലി നഴ്സിംഗ് ഫൗണ്ടേഷൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടുഗദർ 75 മാർക്സ് ആണ്. ഇവിടെ നമുക്ക് എ പാർട്ടും ബി പാർട്ടും ഒന്നും ഇല്ല. അനാട്ടമി ഫിസിയോളജി നിങ്ങൾ 75 മാർക്സിന് എഴുതിയപ്പോൾ 37 എന്നും 38 എന്നും പറഞ്ഞിട്ട് മാർക്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ട് എ പാർട്ട് ബി എന്ന്. ഇവിടെ അങ്ങനെയില്ല. ഇത് ഒരു സബ്ജക്ട് ആയതുകൊണ്ടാണ് അങ്ങനെ എയും ബിയും എന്നുള്ള ഒരു പാർട്ടീഷൻ ഇല്ലാത്തത്. ഇനി ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യനിൽ ചില യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് എസ് എ ആയിരിക്കും, ചിലതിൽ 2 മാർക്ക് ആയിരിക്കും, ചിലത് 5 മാർക്ക് ആയിരിക്കും. എന്നാൽ ചില യൂണിവേഴ്സിറ്റിയിൽ MCQ ആയിരിക്കും, ചിലതിൽ MCQ ഏറ്റവും ലാസ്റ്റ് ആണ് കൊടുക്കാറ്. എന്താണോ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 12 ക്വസ്റ്റ്യൻ, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 12 MCQs ഉണ്ടാകും. 12 സിമ്പിൾ വേർഡ്സ് സെലക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 മാർക്ക് അവിടെ കിട്ടുകയാണ്. ടോട്ടലി നിങ്ങൾക്ക് പാസ്സാകാൻ 38 മാർക്കാണ് വേണ്ടത്. പാസ്സാകാനാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഈ വീഡിയോ ഒരിക്കലും ജസ്റ്റ് പാസ്സാകാൻ വേണ്ടിയിട്ടല്ല, ഡിസ്റ്റിങ്ഷൻ വാങ്ങാനും ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നടത്താനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഡിസ്കഷൻ തന്നെയാണിത്. ചില കുട്ടികൾ സപ്ലൈ ഒക്കെ ഉള്ള കുട്ടികൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയെങ്കിലും പാസ്സാകണമെന്ന് താല്പര്യമുള്ള കുട്ടികളുണ്ടാകും. അവർക്കും കൂടി വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് പാസ്സാകാൻ 38 മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിൽ 12 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഈ MCQവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേടാൻ പറ്റും. എങ്ങനെയാണ് MCQ ആൻസർ ചെയ്യുക? അവിടെ ഒരു ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ സെന്റൻസിലുള്ള ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷനും ഉണ്ടാകും. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കറക്റ്റ് ആൻസർ ആണ്. ആ ആൻസർ കൂടെ നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട്. ആ കറക്റ്റ് ആൻസർ ഏതാണെന്ന് മാത്രം നിങ്ങൾ എടുത്ത് സെലക്ട് ചെയ്ത് എഴുതാൻ മതി. ക്വസ്റ്റ്യൻ എഴുതണ്ട, മറ്റ് ഓപ്ഷൻസ് എഴുതണ്ട. ആൻസർ ഷീറ്റിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 A ആണെങ്കിൽ A പ്രീ ഓപ്പറേറ്റീവ് കെയർ എന്ന് മാത്രം എഴുതിയാൽ മതി. 2 ക്വസ്റ്റ്യൻ നമ്പർ 2
ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതെന്താണ് എഴുതുക. അങ്ങനെ മാത്രം എഴുതി 12 വേർഡ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് 12 മാർക്ക് അവിടെ ലഭിക്കും. എന്നാൽ നിങ്ങളൊരു എസ്സേ ക്വസ്റ്റ്യൻ 15 മാർക്കിന്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ മിനിമം 10 പേജ് എഴുതിയാലേ അല്ലെങ്കിൽ 9 പേജ് എഴുതിയാലേ മാത്രമേ നിങ്ങൾക്ക് 15 മാർക്കിൽ ഒരു 10 മാർക്കെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പൊ ഏതാണ് ഈസി? ഈ 12 MCQ നിങ്ങൾ ഇച്ചിരി സമയം എടുത്തൊന്ന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് 12 മാർക്ക് വാങ്ങുന്നതല്ലേ മിനിമം. 12 വാങ്ങാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. 12 10 മാർക്കെങ്കിലും കൃത്യമായിട്ട് വാങ്ങിയിരിക്കും. ആർക്കാണിത് വാങ്ങിക്കാൻ പറ്റുക, കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുക? നന്നായിട്ട് വായിക്കുന്ന കുട്ടികൾക്ക്. നിങ്ങൾ ഈ പല ഗ്രൂപ്പുകളിൽ, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പും ഉൾപ്പെടെ പല കുട്ടികളും ഞാൻ അതിനകത്ത് കാണുന്നുണ്ട്. ചില ഷോർട്ട് നോട്ട്സുകൾ മാത്രം വെച്ച് പഠിക്കുന്ന കുട്ടികൾ. ഷോർട്ട് നോട്ട്സ് എപ്പോഴും ഷോർട്ടാണ്, അതിലൊരിക്കലും ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാകത്തില്ല. ഷോർട്ട് നോട്ട്സ് മാത്രം വെച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ MCQs നിങ്ങൾ ഒരിക്കലും ശരിയാക്കാനും പോകുന്നില്ല. ചിലപ്പോൾ ഒരു 2, 3 അല്ലെങ്കിൽ 4 എണ്ണമൊക്കെ ശരിയാകാം, ബാലൻസ് ശരിയാകാൻ പോകുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇത് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിൽ ഞങ്ങൾ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് ഉപയോഗിച്ചും പഠിപ്പിക്കുന്നത്. കാരണം അവർക്ക് തറവ് നോളജ് അവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കി പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹോസ്പിറ്റൽ യൂണിറ്റ് ഇൻ വിച്ച് ക്ലയൻസ് റിസീവ് ഇന്റൻസീവ് മെഡിക്കൽ കെയർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റൻസീവ് മീൻസ് തീവ്രം. ഇന്റൻസീവ് മീൻസ് ഡെപ്ത് അല്ലെങ്കിൽ ഇന്റൻസീവ് മീൻസ് ഡെപ്ത് അല്ലെങ്കിൽ ഡീപ്പ് എന്ന അർത്ഥം. സിവിയർ എന്നുള്ള അർത്ഥം. ഒരു ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഹോസ്പിറ്റലിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇന്റൻസീവ് ആയിട്ടുള്ള വളരെ ഡീപ്പ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ്. അത് ഏതാണ്? പ്രീ ഓപ്പറേറ്റീവ് കെയർ ആണോ, ക്രിട്ടിക്കൽ കെയർ ആണോ, പീഡിയാട്രിക് കെയർ ആണോ, സൈക്യാട്രിക് കെയർ ആണോ? ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഞാൻ ഓൾറെഡി പറഞ്ഞ ആ ഒരു എക്സ്പ്ലനേഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. കറക്റ്റ് ഓപ്ഷൻ ബി ക്രിട്ടിക്കൽ കെയർ ആണ്. കാരണം ക്രിട്ടിക്കൽ കെയറിലാണ് ക്രിട്ടിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. പ്രീ ഓപ്പറേറ്റീവ് എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താണ്? ബിഫോർ സർജറി. ഓപ്പറേഷൻ മീൻസ് സർജറി, പ്രീ മീൻസ് ബിഫോർ. ഇൻട്രാ ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിംഗ് സർജറി. പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സർജറി. മനസ്സിലായില്ലേ? നെക്സ്റ്റ് തേർഡ് ഓപ്ഷൻ പീഡിയാട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റഡ് ടു ചൈൽഡ് കെയർ. സൈക്യാട്രിക് എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം അല്ലെ, അതായത് മാനസികമായിട്ട് സുഖമില്ലാത്ത ആൾക്കാർ, മെന്റൽ പേഷ്യൻസ്. സൈക്യാട്രിക് പേഷ്യൻസിനുള്ള കെയർ ആണ് സൈക്യാട്രിക് കെയർ. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇന്റൻസീവ് മെഡിക്കൽ കെയർ ഇവിടെ കൊടുക്കും. ഇറ്റ് വിൽ ബി ഗിവൺ ത്രൂ ക്രിട്ടിക്കൽ കെയർ. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ അതിൽ ഓരോ വേർഡും വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാകും. കാരണം ഞാനിത് ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്, ഇതുപോലത്തെ കാര്യങ്ങൾ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആസ് എ സെക്കൻഡ് സെം സ്റ്റുഡന്റ്, ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡന്റ്, യു വിൽ നോട്ട് ഗെറ്റ് എ ഐഡിയ ക്വിക്ലി. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യന്റെ ഓരോ വേർഡും കൃത്യമായിട്ട് വായിക്കണം. ആ ഇന്റൻസീവ് എന്നുള്ള വേർഡും നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേജ് ഓഫ് ഡൈയിങ്, മരിക്കുന്ന സ്റ്റേജ് അല്ലെങ്കിൽ മരണത്തിന്റെ സ്റ്റേജ്. നമ്മൾ ഇത് ഫണ്ടമെന്റൽസ് ഇൻ നഴ്സിംഗ് 2 പഠിച്ചൊരു ചാപ്റ്ററാണ് ഗ്രീഫിനെ കുറിച്ച്, അല്ലെങ്കിൽ ഡൈയിങ് പേഷ്യൻസിനെ കുറിച്ച്. കെയർ ഓഫ് ഡൈയിങ് പേഷ്യൻസ്, കെയർ ഓഫ് ടെർമിനലി ഇൽ പേഷ്യൻസ്. അപ്പോൾ ഈ ഡൈയിങ്ങിന്റെ സ്റ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാഡ, അവിടെ എ പേഴ്സൺ റെഫ്യൂസസ് ടു അക്സെപ്റ്റ് ദ ഫാക്ട് ഓഫ് ലോസ്. ആ ഒരു നഷ്ടം അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു കാര്യം അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ, ഉൾക്കൊള്ളാൻ അവിടെ റിഫ്യൂസ് ചെയ്യും, തയ്യാറല്ല. ആ സ്റ്റേജിനെ എന്തെന്നാണ് പറയുന്നത്? ഡിനയൽ എന്നാണോ, ആങ്കർ എന്നാണോ, ബാർഗെയിനിങ് എന്നാണോ, ഡിപ്രഷൻ എന്നാണോ? ഇതിന്റെ ആൻസർ നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അതിന്റെ ആൻസറിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ഒരു ഏരിയയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. യൂഷ്വലി ഒരുപാട് തവണ എക്സാമിന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഗ്രീഫ് പ്രോസസ്. എല്ലാം ഒരേ ആൻസർ തന്നെയാണ് വരുന്നത്. ഗ്രീഫ് പ്രോസസ്, കബ്ലർ റോസ് പ്രോസസ്, അതുപോലെ തന്നെ സ്റ്റേജസ് ഓഫ് ഡൈയിങ്, പല രീതിയിൽ ഇതെല്ലാം പലതവണ 5 മാർക്ക് ചോദിച്ചു. അത് റിപ്പീറ്റഡ് ആയി ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഇപ്പൊ ചോദിച്ചതുപോലെ MCQ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിലേതെല്ലാം ഏതെങ്കിലും 2 സ്റ്റേജസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിനയൽ ആൻഡ് ആങ്കർ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിനയൽ ആൻഡ് ബാർഗെയിനിങ്, ഡിഫറൻസ് ബിറ്റ്വീൻ ആങ്കർ ആൻഡ് ഡിപ്രഷൻ ഇൻ ഗ്രീഫ് പ്രോസസ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി ദാറ്റ്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടെത്തുന്നു. ഇവിടെ നോക്കാം.
സ്റ്റേജ് 1 എന്താണ്? ഡിനൈൽ. സ്റ്റേജ് 2 ആങ്കർ. സ്റ്റേജ് 3 ബാർഗൈനിങ്. സ്റ്റേജ് 4 ഡിപ്രഷൻ. സ്റ്റേജ് 5 അക്സെപ്റ്റൻസ്. അപ്പൊ ഇതിൽ ഡിനൈൽ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ സ്റ്റേജ് ഓഫ് ഷോക്ക് ആൻഡ് ഡിസ്ബിലീഫ്. ദ റെസ്പോൺസ് മേ ബി ഓഫ് നോ, ഇറ്റ് കൻ നോട്ട് ബി ട്രൂ. ഒരിക്കലും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ആ സ്റ്റേജാണ് ഡിനൈൽ എന്ന്. അത് ഉള്ള കാര്യമല്ല, ഇത് കള്ളമാണ്, ഇതൊരിക്കലും സംഭവിക്കില്ല എന്ന് പറയുന്ന സ്റ്റേജാണ് ഡിനൈൽ. ഡിനൈൽ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നഷ്ടം ഒരിക്കലും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. അതാണ്, അത് ഇല്ല, അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് തന്നെ തറപ്പിച്ചു പറയുന്നു. അതാണ് ഡിനൈൽ. സെക്കൻഡ് സ്റ്റേജ് ആങ്കർ എന്ന് പറയുന്നത് വൈ മീ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഫെയർ, ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അതായത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇത് ശരിയായ കാര്യമല്ല, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? മറ്റുള്ളവരോട്, സ്വയം ശരീരത്തിനോടും മറ്റുള്ള റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ ദൈവത്തിനോടും ഒക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നും. അതാണ് ആങ്കർ. ഇത് രണ്ടാമത്തെ സ്റ്റേജ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ബാർഗെയിനിങ് ചെയ്യുന്നു. ഞാനിത് തരാം, നിനക്ക് ഇതിനു പകരം എന്നെ എടുത്താൽ പോരായിരുന്നു എന്നൊക്കെ ഈശ്വരനോട് പറയുന്നു. ആ കുഞ്ഞിന് ജീവൻ കൊടുത്തിട്ട് എന്നെ എടുക്കാമായിരുന്നില്ല എന്നൊക്കെ പലരും ദൈവത്തിനോട് പരാതി പറയുന്നത് കേൾക്കുന്നുണ്ടാവും അല്ലെ. അത് തിരിച്ചു തരൂ, ഞാൻ വേറൊന്ന് തരാം എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജ്. ഇതാണ് ബാർഗെയിനിങ്, ഈശ്വരനോട് ബാർഗെയിനിങ് ചെയ്യുന്ന സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ്. നാലാമത് ഡിപ്രഷൻ. അവിടെ നമ്മൾ ആ ഒരു നഷ്ടം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഉൾക്കൊള്ളുന്നില്ല, എന്നാലും അതിൽ വിഷമിച്ചു തുടങ്ങും. മറ്റുള്ളവരിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ സോഷ്യൽ വിഡ്രോവൽ ആൻഡ് ലോൺലിനെസ് വരുന്ന സ്റ്റേജ്, ഡിപ്രഷൻ, സങ്കടപ്പെടും. അടുത്ത അഞ്ചാമത്തെ സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ്, ഉൾക്കൊള്ളുക. യെസ്, ദിസ് ഈസ് ലൈഫ്, വി ഹാവ് ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി. നഷ്ടത്തിന്റെ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന സ്റ്റേജ്, അതാണ് അക്സെപ്റ്റൻസ്. ഇനി ഇവിടെ നോക്കൂ, നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? A person refuses to accept. അത് സംഭവിച്ചെന്നു വിശ്വസിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സ്റ്റേജ്, അതേതായിരുന്നു? സ്റ്റേജ് 1. ഓപ്ഷൻ എ ഡിനയൽ ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറഞ്ഞു, 5 മാർക്ക് 2 മാർക്ക് 1 മാർക്ക് ചോദിക്കാവുന്നൊരു ചാപ്റ്റർ ആണ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ സ്കെയിൽ യൂസ്ഡ് ടു അസസ് ദ പ്രഷർ അൾസർ. അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. 15 മാർക്ക്, 5 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക്. ഏത് രീതിയിലും ചോദിക്കാവുന്നതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു പോർഷനാണ് പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 മാർക്ക് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോർ എന്ന് പറയുന്നത്, അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, അതിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മളത് അസിസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെ നമ്മൾ അസസ് ചെയ്യണം, എന്ത് കെയർ കൊടുക്കണം, എങ്ങനെ നമുക്കത് പ്രിവെന്റ് ചെയ്യാം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ പ്രഷർ അൾസറിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാണ് ഹൗ ടു അസസ് പ്രഷർ അൾസർ. നമുക്ക് അതിന്റെ സ്റ്റേജസ് എങ്ങനെ അസസ് ചെയ്യാം, അതിന് പല സ്കെയിലുകളുണ്ട്. അപ്പം നമ്മൾ നഴ്സിംഗിൽ ഒരുപാട് പല ടൈപ്പിലുള്ള സ്കെയിലുകൾ പഠിക്കുന്നുണ്ട്. അതിൽ ചിലതാണ് ഇവിടെ 4 കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതാണ് പ്രഷർ അൾസറിൽ യൂസ് ചെയ്യുന്നത്? മോസ്റ്റ് കോമൺലി യൂസ്ഡ് വേർഡാണിത്, സ്കെയിലാണിത്. നോക്കാം. ഓപ്ഷൻ എ അബ്ഗാർ സ്കെയിൽ, ഓപ്ഷൻ ബി ഗ്ലാസ്ഗോ കോമ സ്കെയിൽ, ഓപ്ഷൻ സി ബ്രാഡൻ സ്കെയിൽ, ഓപ്ഷൻ ഡി നർക്കോട്ടിക് സ്കെയിൽ. ഇതിൽ അബ്ഗാർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല, കാരണം അത് പീഡിയാട്രിക്സിൽ വരുന്നതാണ്. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഫസ്റ്റ് മിനിറ്റിലും 5ാമത്തെ മിനിറ്റിലും കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളുടെ വൈറ്റൽസ്, കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് സ്റ്റാറ്റസ് അസസ് ചെയ്യുന്ന സ്കെയിലാണ് അബ്ഗാർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറഞ്ഞാലും നിങ്ങളത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല, എന്നാൽ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ കോൺഷ്യസ്നസ്, നമ്മുടെ വെർബൽ റെസ്പോൺസ്, നെർവസ് സിസ്റ്റം ഫങ്ഷൻസ്, നമ്മുടെ ന്യൂറോളജിക്കൽ സിസ്റ്റം ഫങ്ഷൻസ്, ന്യൂറോളജിക്കൽ ഫങ്ഷൻസ് ചെക്ക് ചെയ്യുന്ന മറ്റൊരു സ്കെയിലാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, ബ്രാഡൻ സ്കെയിൽ. ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഇതാണ് നമ്മുടെ പ്രഷർ അൾസറിന്റെ സിവിയാരിറ്റി അളക്കുന്ന, പ്രഷർ അൾസറിനെ അസസ് ചെയ്യുന്ന സ്കെയിൽ. ഇവിടെ പലതരത്തിലുള്ള സ്കെയിലുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും കോമണും മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്കെയിലും ബ്രാഡൻ സ്കെയിലാണ്. ചിലപ്പോൾ ബ്രാഡൻ സ്കെയിൽ എന്ന് പറഞ്ഞ് മാത്രം 5 മാർക്കിന് വിശദീകരിക്കാൻ ചോദിക്കാം. ബ്രാഡൻ സ്കെയിലുള്ള അതിന്റെ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് 2 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ പ്രഷർ അൾസർ എന്ന് പറഞ്ഞിട്ട് അതിന് 15 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. കെയർ പ്ലാൻ ഒക്കെ ചേർത്തിട്ട് 5 മാർക്കിന് 15 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് അതിന്റെ നോട്ട്സ് ഒന്ന് കാണിക്കുകയാണ്. നമ്മുടെ ട്യൂഷനിലുണ്ട്
ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഞാൻ കൊടുത്ത നോട്ടാണ്. അപ്പൊ അവർക്കറിയാം. നിങ്ങൾ അല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അസസ്മെന്റ് ഓഫ് പ്രഷർ അൾസർ. പ്രഷർ അൾസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെക്യുബിറ്റസ് അൾസർ, ബെഡ്സോർ അൾസർ, പ്രഷർ അൾസർ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അവ പ്രധാനമായിട്ട് നമ്മൾ അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 സ്കെയിലുകളുണ്ട്, നോർട്ടൺ സ്കെയിലും ബ്രാഡൻ സ്കെയിലും. അപ്പൊ അത് രണ്ടും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 4 സ്റ്റേജസ്, പ്രഷർ സോറിന്റെ അല്ലെങ്കിൽ ബെഡ് സോറിന്റെ 4 സ്റ്റേജസ്. സ്റ്റേജ് 1ന്റെ പ്രത്യേകത എന്താണ്, സ്റ്റേജ് 2ന്റെ പ്രത്യേകത എന്താണ്, സ്റ്റേജ് 3യുടെ പ്രത്യേകത എന്താണ്, സ്റ്റേജ് 4ന്റെ പ്രത്യേകത, അത് വെച്ചിട്ട് ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി അതുപോലെ നോർട്ടൺ സ്കെയിലിന്റെ പാരാമീറ്റേഴ്സ്, ഫിസിക്കൽ കണ്ടീഷൻ, മെന്റൽ കണ്ടീഷൻ, ആക്ടിവിറ്റി, മൊബിലിറ്റി, ഇൻകോണ്ടിനൻസ്. ഇതിൽ ഏറ്റവും ഗ്രേറ്റർ സ്കോർ എത്രയാണ്? ഓരോന്നിന് 4 സ്കോർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 20 ടോട്ടലി 20 സ്കോർ വരുന്നത്. അതിൽ 18 അല്ലെങ്കിൽ 18ൽ കൂടുതലാണെങ്കിൽ ലോ റിസ്ക് ആണ്. 18നും 14നും ഇടയിലാണെങ്കിൽ മീഡിയം റിസ്ക്കും, 14നും 10നും ഇടയിലാണെങ്കിൽ ഹൈ റിസ്ക്കും, ലെസ് ദാൻ 10 ആണെങ്കിൽ വെരി ഹൈ റിസ്ക് ഫോർ പ്രഷർ സോർ. അതാണ് നോർട്ടൺ സ്കെയിൽ, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ഉള്ളതാണ് ബ്രാഡൻ സ്കെയില്. സെൻസറി ഓർ മെന്റൽ ഫംഗ്ഷൻ നോക്കും, മോയ്സ്ചർ, ആക്ടിവിറ്റി, മൊബിലിറ്റി, ന്യൂട്രീഷൻ, ഫ്രിക്ഷൻ ഓർ ഷിയർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അവിടെയും മാർക്കിംഗ് ക്രൈറ്റീരിയ ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. പിന്നെ ഇനി ഇങ്ങനെ ഒരു ബെഡ് സോർ വന്നാൽ പ്രഷർ പോയിന്റ് ഏരിയകൾ നമ്മൾ എങ്ങനെയാണ് കെയർ കൊടുക്കേണ്ടത്, എന്താണ് അതിന്റെ പർപ്പസ്, എങ്ങനെ നമ്മൾ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, പ്രിവെന്റീവ് മെഷേഴ്സ്, സ്റ്റേജസ് ഓർ ഡിഗ്രീസ് ഓഫ് പ്രഷർ സോർ, ക്യൂറേറ്റീവ് മെഷേഴ്സ്, ഹൗ വി വിൽ ട്രീറ്റ് ഈച്ച് ടൈപ്പ്, how we will treat, what's the treatment should be given, what care should be given, and after care എന്തൊക്കെയാണ്. ഇത് ഇത്രയും വളരെ ഷോർട്ട് ആയിട്ടുള്ള നോട്ടാണ്. ഒരുപാട് ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട് പ്രഷർ സോറിൽ, അതെല്ലാം നിങ്ങൾ നോക്കി വെക്കണം. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓർഗൻ which control the body temperature is very very important. നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 1ൽ വൈറ്റൽ സയൻസ് പഠിച്ചു. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്. വൈറ്റൽ സയൻസ് ഈസ് ദ വൈറ്റൽ യൂണിറ്റ് ഓഫ് ഫണ്ടമെന്റൽസ് നഴ്സിംഗ്. സാധാരണ 10 മാർക്കിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ 15 മാർക്കിന്റെ എസ്സേക്ക് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട എസ്സേകളിൽ മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് കം ഫ്രം വൈറ്റൽ സയൻസ്. ടെമ്പറേച്ചറിൽ നിന്ന് ഒരു എസ്സേ ഉണ്ടാകാം, പൾസിൽ നിന്ന് എസ്സേ ഉണ്ടാകാം, റെസ്പിറേഷനിൽ നിന്ന് എസ്സേ ഉണ്ടാകാം, 5 മാർക്കിന് ബ്ലഡ് പ്രഷറിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകാം. ടെമ്പറേച്ചറും പൾസും റെസ്പിറേഷനും 15 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. BP അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് BP ആൻഡ് റെഗുലേഷൻ ഓഫ് BP, ഇതെല്ലാം ടൈപ്സ് ഓഫ് BP, ഇതെല്ലാം തന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാറുണ്ട്. എന്നാൽ 15 മാർക്കിന്റെ ചോദിക്കുന്നു പറഞ്ഞാൽ 15 മാർക്കിന് മാത്രമല്ല 15, 5, 2, 1 ഏത് രീതിയിലും ചോദിക്കാം. അവിടെ നമ്മൾ ടെമ്പറേച്ചർ പഠിച്ചപ്പോൾ ടെമ്പറേച്ചർ ആരാണ് നമ്മുടെ ശരീരത്തിൽ റെഗുലേറ്റ് ചെയ്യുന്നത്, പൾസ് പഠിച്ചപ്പോൾ പൾസ് ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, റെസ്പിറേഷൻ പഠിച്ചപ്പോൾ റെസ്പിറേഷൻ ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത് പഠിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ പറയൂ, നമ്മുടെ ശരീരത്തിൽ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? സ്വയം നിങ്ങൾ ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ശരിയാണോ എന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട്. ഓക്കെ, ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ ഹൈപ്പോതലാമസ് ആണോ, ഓപ്ഷൻ ബി മെഡുല ഒബ്ലോങ്കേറ്റ ആണോ, ഓപ്ഷൻ സി സെറിബെല്ലം ആണോ, ഓപ്ഷൻ ഡി ബ്രെയിൻ സ്റ്റെം ആണോ? കറക്റ്റ് ഓപ്ഷൻ എ ഹൈപ്പോതലാമസ് ആണ്. നമ്മുടെ ശരീരത്തിലെ ബ്രെയിനിനുള്ളിലുള്ള ഹൈപ്പോതലാമസ് ആണ്, തലാമസിന്റെ തൊട്ട് താഴെയുള്ള ഭാഗം ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റിലാണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റുമാണ് ടെമ്പറേച്ചർ. ഇത് നോർമൽ, കൂടിയാൽ കുറയ്ക്കാനും കുറഞ്ഞാൽ കൂട്ടാനും സഹായിക്കുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. ഷെൽ ടെമ്പറേച്ചർ എന്താണ്, കോർ ടെമ്പറേച്ചർ എന്താണ്, എങ്ങനെയാണ് ബോഡി ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യുന്നത്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഹീറ്റ് ലോസ് ആകുന്നതും ഒരുപോലെ നിന്നാൽ മാത്രമാണ് നമുക്ക് ബോഡി ടെമ്പറേച്ചർ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മുടെ ഇവിടെ ഞാൻ കറക്റ്റ് നോട്ട് വൈറ്റൽ സയൻസിന്റെ നോട്ട്സിൽ നിന്നുള്ള പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈപ്പോതലാമസ് ഈസ് ദ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ ബ്രെയിൻ ഈസ് നോൺ ആസ് തെർമോറെഗുലേറ്റർ. തെർമോറെഗുലേറ്റർ മീൻസ് ഹീറ്റ് റെഗുലേറ്റർ, ടെമ്പറേച്ചർ റെഗുലേറ്റർ. അതിൽ തന്നെ ആന്റീരിയർ ഹൈപ്പോതലാമസ് ഹീറ്റ് ലോസിന് സഹായിക്കുകയും പോസ്റ്റീരിയർ ഹൈപ്പോതലാമസ് ഹീറ്റ് ഗെയിൻ അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡക്ഷന് സഹായിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. In this method, the examiners use the hand to touch body parts to make sensitive assessment. It is very very important. Another unit in the fundamentals of 2 നഴ്സിംഗ് ഫൗണ്ടേഷൻ 2-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റ് ഹെൽത്ത് അസസ്മെന്റ്. നമ്മുടെ നഴ്സിംഗ് അസസ്മെന്റ് ഫസ്റ്റ് പാർട്ട് ഹെൽത്ത് അസസ്മെന്റ്. ആസ് എ നഴ്സ്
when you are working in the hospital, you are getting a patient with some issues. What you will do first? You will assess the patient. അല്ലെ, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യണം അല്ലെങ്കിൽ ഹെൽത്ത് അസസ്മെന്റ് ചെയ്യണം. അവിടെ ഹെൽത്ത് അസസ്മെന്റ് ചെയ്യുന്നതിന് പല മെത്തേഡുകളുണ്ട്. ഇൻസ്പെക്ഷൻ ഉണ്ട്, പാൽപേഷൻ ഉണ്ട്, പെർക്കഷൻ ഉണ്ട്, ഓസ്കൾട്ടേഷൻ ഉണ്ട്, ഓൾഫാക്ഷൻ ഉണ്ട്, അങ്ങനെ പല മെത്തേഡുകളുണ്ട്. ഇതിൽ നിങ്ങൾ നേരിട്ടൊരു പേഷ്യന്റിനെ ടച്ച് ചെയ്ത്, ടച്ച് ദ ബോഡി പാർട്സ്, ജസ്റ്റ് ടച്ച് ചെയ്യുന്നു, ടാപ്പ് ചെയ്യല്ല, ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുന്നു, സെൻസിറ്റിവിറ്റി നോക്കുന്നു, സെൻസിറ്റീവ് അസസ്മെന്റ് നോക്കുന്നു. അത് ഏത് മെത്തേഡാണ്? പാൽപേഷൻ ആണോ, ഇൻസ്പെക്ഷൻ ആണോ, പെർക്കഷൻ ആണോ, ഓസ്കൾട്ടേഷൻ ആണോ? ദാറ്റ് ഈസ് പാൽപേഷൻ. ജസ്റ്റ് കൈ വെച്ച് സെൻസിറ്റിവിറ്റി നോക്കുന്നതിനെ പാൽപേഷൻ എന്നാണ് പറയുന്നത്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ, പാൽപേഷൻ. അതുപോലെ ഏത് ടൈപ്പ് മെത്തേഡിനും ഇതുപോലെ ഡെഫിനിഷൻ ചോദിക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഷോർട്ട് ആയിട്ടുള്ള നോട്ട് ഞാൻ കുട്ടികൾക്ക് കൊടുത്ത, ട്യൂഷൻ സ്റ്റുഡൻസിന് കൊടുത്ത നോട്ടാണ്, ജസ്റ്റ് കാണിക്കുകയാണ്. അതിന് കുറച്ച് ഭാഗം മാത്രം. ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ 15 മാർക്കിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 5 മാർക്കിനും 2 മാർക്കിനും 1 മാർക്കിനും ചോദിക്കാവുന്ന ഒരു ഏരിയ. അതായത് നഴ്സിംഗ് ഫൗണ്ടേഷനിൽ വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് എന്നാണ് 15 മാർക്കിന്റെ എസ്സേസ് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യനും ഇത് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫസ്റ്റ് മെത്തേഡ് ഇൻസ്പെക്ഷൻ, രണ്ടാമത് പാൽപേഷൻ, മൂന്നാമത് പെർക്കഷൻ, നാലാമത് ഓസ്കൾട്ടേഷൻ. അതാണ് 4 പ്രധാനമായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഓൾഫാക്ഷനും അസസ്മെന്റ് നടത്തേണ്ടി വരാറുണ്ട്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ്ലി അവരെ തൊടുന്നില്ല, മറ്റ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ കാണുന്ന കാഴ്ചയിലൂടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാകുന്നു, അതിനാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അടുത്ത പാൽപേഷൻ. പാൽപേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽ ചെയ്യുന്നു, ഫിംഗേഴ്സ് ഉപയോഗിച്ച്, 1 കൈയോ 2 കൈയോ ഉപയോഗിച്ച് ഫീൽ ചെയ്ത് ജെന്റ്ലി, അതായത് ഒരുപാട് പ്രഷർ കൊടുക്കുകയോ അവിടെ എന്താ പറയുക ഒരുപാട് ടാപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ജെന്റ്ലി നമ്മൾ അസസ് ചെയ്യുന്നു. അവിടെ യൂസ് ചെയ്യുന്നത് പാൽപേഷൻ എന്ന മെത്തേഡാണ്. അത് തന്നെ ലൈറ്റ് പാൽപേഷനോ ഡീപ്പ് പാൽപേഷനോ ടൈപ്സ് അത് തമ്മിലുള്ള ഡിഫറൻസ് സാധാരണ ചോദിക്കാറുണ്ട്. അടുത്ത പെർക്കഷൻ എങ്ങനെയാണ് ചെയ്യുന്ന ഓരോ ഭാഗങ്ങളിലും. അത് ഡയറക്റ്റ് പെർക്കഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് പെർക്കഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓസ്കൾട്ടേഷൻ ചെയ്യുന്നു. GI സിസ്റ്റം ഒക്കെ ഓസ്കൾട്ടേഷൻ ചെയ്ത് നോക്കുന്നു. ഹാർട്ട്, ബ്രത്ത് സൗണ്ട്, GI സിസ്റ്റം ഇതൊക്കെ നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്തും നോക്കും. ചിലപ്പോൾ അതുപോലെ നമുക്ക് ഓൾഫാക്ഷൻ, ഓർഡർ, സ്മെല്ലിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓൾഫാക്ഷൻ നമ്മൾ ചെയ്ത് നോക്കും. അത് ഇത്ര മാത്രമല്ല, എസ്സേ ഒരുപാടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഞാനത് 2 മണിക്കൂറുള്ള ക്ലാസ്സുകളായിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് എടുത്തു കൊടുത്തത്. ഓരോ ബോഡി പാർട്സിൻ്റെയും എബ്നോർമാലിറ്റീസ്, ഇൻസ്പെക്ഷനിലൂടെ നമുക്ക് എന്തൊക്കെ എബ്നോർമാലിറ്റീസ് കാണാൻ പറ്റും, അതിൻ്റെ ടെർമിനോളജീസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ, the instrument used to observe the deeper structures of external and middle ear. നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെൽത്ത് അസസ്മെന്റ് ചെയ്യുമ്പോൾ ഓരോ ബോഡി പാർട്സും അസസ് ചെയ്യുമ്പോൾ നമുക്ക് ചില ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറും ഡീപ്പർ സ്ട്രക്ചേഴ്സും ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെവിയിൽ ഇയറിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? ബ്രോങ്കോസ്കോപ്പ് ആണോ, സ്റ്റെതസ്കോപ്പ് ആണോ, ഒഫ്താൽമോസ്കോപ്പ് ആണോ, ഓട്ടോസ്കോപ്പ് ആണോ? അതായത് മറ്റൊരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് ഫണ്ടമെന്റൽസിന്. അവിടെ നിങ്ങൾക്ക് ചില ഇൻസ്ട്രുമെന്റ്സ് ഡെമോൺസ്ട്രേഷനിൽ ജസ്റ്റ് ടേബിളിന്റെ മുകളിൽ കാണിച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് ഇതിന്റെ പേര് പറയാൻ, അതിന്റെ യൂസസ് പറയാനൊക്കെ പറയും. യൂഷ്വലി കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, അവിടെ എക്സാമിനേഷൻ ഉണ്ടാകുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഓട്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇയർ, എക്സ്റ്റേണൽ ഇയർ മുതൽ മിഡിൽ ഇയർ മുതൽ ഡീപ്പർ സ്ട്രക്ചേഴ്സ് വരെ, ഇന്റേണൽ ഇയർ വരെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ, ഒരു പരിധി വരെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, ഡീപ്പർ ഇന്റേണൽ ഇയർ അത്ര നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല, എന്നാൽ പോലും ഒരു പരിധി വരെ നമുക്ക് ഡീപ്പ് സ്ട്രക്ചേഴ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഇയർ എക്സാമിൻ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഓട്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓട്ടോ എന്നുള്ള വേർഡ് തന്നെ കേൾക്കുമ്പോൾ ഓർക്കുക, ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഇയർ. ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻസ്ട്രുമെന്റ് യൂസ് ടു എക്സാമിൻ ഐ. സ്റ്റെതസ്കോപ്പ് അറിയാമല്ലോ അവർക്ക്. ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻസേർട്ടഡ് ത്രൂ ദ ഓറൽ കാവിറ്റി, ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫാരിങ്സ്. ഫാരിങ്സ് മീൻസ് നമ്മുടെ ലാരിങ്സിലൂടെ, ട്രക്കിയയിലൂടെ ബ്രോങ്കസിൽ എത്തിച്ചേരുന്നു. അവിടെ ബ്രോങ്കസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി സഹായിക്കുന്ന ഒരു ഡിവൈസാണ് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഓട്ടോസ്കോപ്പ് ആണ്. എക്സാമിന് ഇൻസ്ട്രുമെന്റ്സ് ചോദിക്കാം. ഫിസിക്കൽ എക്സാമിനേഷൻ ഞാൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് പിക്ചേഴ്സ് സഹിതം കാണിച്ചിരുന്നു. സ്നെല്ലൻ ചാർട്ട്, ടങ് ഡിപ്രസർ, ഇതൊക്കെ വെച്ചിട്ട് എന്താണത്, അതിന്റെ പേരെന്താണ്, അതിന്റെ യൂസസ് എന്താണെന്ന് എക്സാമിന്, പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കാം. തിയറി എക്സാമിന് അതിന്റെ യൂസസ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ്
ഇവിടെ പിക്ചർ നോക്കി, ഇതാണ് ഒട്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ചെവിക്കുള്ളിൽ, ഇയറിനുള്ളിൽ എന്താണ് സ്ട്രക്ചേഴ്സ് നമുക്ക് ഇതുവഴി നോക്കിയാൽ കാണാൻ പറ്റും. എന്തെങ്കിലും വാക്സോ, ഒബ്സ്ട്രക്ഷനോ, ബ്രേക്ക് ഡൗണോ, അല്ലെങ്കിൽ പസ്സോ, എന്തെങ്കിലും ജീവികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫോറിൻ ബോഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു ഇൻസ്ട്രുമെന്റ് വഴി പറ്റുന്നതാണ്. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ, മൂവ്മെന്റ് ഓഫ് എക്സ്ട്രിമിറ്റി away from midline of the body is dash. It's very very important. Range of motion exercise നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽസിൽ മൊബിലിറ്റി ആൻഡ് ഇമ്മൊബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തു തന്നിരുന്നു. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകും. അഡക്ഷൻ എന്താണ്, അബ്ഡക്ഷൻ എന്താണ്, പ്രൊനേഷൻ എന്താണ്, സുപ്പിനേഷൻ എന്താണ്, ഇൻവേർഷൻ എന്താണ്, എവേർഷൻ എന്താണ്, എക്സ്റ്റൻഷൻ എന്താണ്, ഹൈപ്പർ എക്സ്റ്റൻഷൻ എന്താണ്, റൊട്ടേഷൻ എന്താണ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്തിലെ ഓരോ ജോയിന്റിനും ഇതിന്റെ എല്ലാ മൂവ്മെന്റും സാധ്യമാണ്. അബ്ഡക്ഷൻ, അഡക്ഷൻ, പ്രൊനേഷൻ, സുപ്പിനേഷൻ, എവേർഷൻ, ഇൻവേർഷൻ. കഴിഞ്ഞ ഒരു എക്സാമിന് ഉണ്ടായിരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എവേർഷൻ ആൻഡ് ഇൻവേർഷൻ. കാലിന്റെ പാദം നമ്മൾ ഉള്ളിലോട്ടും അകത്തോട്ടുമായിട്ട് ടേൺ ചെയ്ത് വെക്കുന്നതാണ് എവേർഷനും ഇൻവേർഷനും എന്ന് പറയുന്നത്. അവ തമ്മിലുള്ള വ്യത്യാസം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അതുപോലെ പ്രൊനേഷനും സുപ്പിനേഷനും കൈപ്പത്തിയിൽ ചെയ്യുന്ന കാര്യമാണ്. അബ്ഡക്ഷനും അഡക്ഷനും എല്ലാ ജോയിന്റിൽ നമ്മുടെ ശരീരത്തിന് ഉള്ളിലോട്ട്, ശരീരത്തിന് മിഡ് ലൈനിലോട്ട് വരുന്ന മൂവ്മെന്റിനെ എന്ത് പറയുന്നു? അഡക്ഷൻ എന്നും, ശരീരത്തിന് മിഡ് ലൈനിൽ നിന്നും എവേ മൂവ് ചെയ്യുന്നതിനെ അബ്ഡക്ഷൻ എന്നുമാണ് പറയുന്നത്. സോ ഇവിടെ പുറമെ നിന്നും മിഡ് ലൈനിലോട്ട് ശരീരത്തിലോട്ട് വരുന്ന മൂവ്മെന്റിനെ അഡക്ഷൻ എന്നാണ് പറയുന്നത്. അടയ്ക്കുക എന്നുള്ള ഒരു അർത്ഥം തന്നെ ഓർത്താൽ മതി, അഡക്ഷൻ. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് അബ്ഡക്ഷൻ, ജസ്റ്റ് മൂവിങ് എവേ ഫ്രം ദ ബോഡി, ദാറ്റ് ഈസ് അബ്ഡക്ഷൻ. ഓക്കെ, ഇതുപോലെ എല്ലാ മൂവ്മെന്റ്സും അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഓൾറെഡി ഇത് ഫണ്ടമെന്റൽസ് പഠിക്കുന്നതിന് മുന്നേ തന്നെ അനാട്ടമിയിൽ പഠിച്ചിട്ടുണ്ട്. അനാട്ടമിയുടെ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഫണ്ടമെന്റൽസിൽ മൊബിലിറ്റി ആൻഡ് ഇമൊബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 1ലും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എല്ലാ ജോയിന്റ്സിന്റെ മൂവ്മെന്റ് അറിഞ്ഞിരിക്കും. നെക്സ്റ്റ് അതിന്റെ ജസ്റ്റ് പിക്ചേഴ്സ് അറിഞ്ഞിടാത്തവർക്ക് കൂടെ നോക്കാം. ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈപ്പർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റൊട്ടേഷൻ എന്താണ്, ലാറ്ററൽ ഫ്ലെക്ഷൻ എന്താണ്, ഇങ്ങനെ ഓരോന്നും ചോദിക്കാം. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് പിക്ചർ ക്ലിയർ ആകത്തില്ല. എന്നാലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ, പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്നും എടുത്ത് നോക്കുക. ഇല്ലെങ്കിൽ ഗൂഗിളിലായാലും നോക്കാം. എന്താണ് ഹൈപ്പർ എക്സ്റ്റൻഷൻ, എന്താണ് ഫ്ലെക്ഷൻ, എന്താണ് എക്സ്റ്റൻഷൻ, എന്താണ് സുപ്പിനേഷൻ. സുപ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങോട്ട് നിവർത്തിയാൽ സുപ്പിനേഷൻ, കൈ ഇങ്ങനെ തിരിച്ചാൽ പ്രൊനേഷൻ. ഓക്കെ, അതുപോലെ എവേർഷൻ, ഹൈപ്പർ എക്സ്റ്റൻഷൻ, ഇതെല്ലാം ചോദിക്കാവുന്നതാണ്. ജസ്റ്റ് പിക്ചേഴ്സ് ഒന്ന് കണ്ടിരിക്കുക, അതിന് വേണ്ടി മാത്രമാണ്. അതുപോലെ പ്ലാന്റാർ ഫ്ലെക്ഷൻ, ഡോർസൽ ഫ്ലെക്ഷൻ, ഇതൊക്കെ ചോദിക്കുക. ഇവിടെ എവേർഷനും ഇൻവേർഷനും കണ്ടോ? ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, എവേർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഇവ തമ്മിലുള്ള വ്യത്യാസം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനിയും അത് റിപ്പീറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ, എ ഫുൾ വോളിയം പൾസ്. അതും എഗെയിൻ വൈറ്റൽ സയൻസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വൈറ്റൽ സയൻസിൽ നിന്ന് 2ാമത്തെ ക്വസ്റ്റ്യൻ പൾസ് റിലേറ്റഡ് ആയിട്ട്, ടെമ്പറേച്ചറിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു പൾസ് റിലേറ്റഡ് ആയിട്ട്. പൾസ്, വീക്ക് പൾസ്, പലതരത്തിലുള്ള ഓൾട്ടർനേറ്റ് പൾസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് വീക്ക് ആയിട്ടുള്ള പൾസ്, ബൗണ്ടിങ് പൾസ്, അതുപോലെ എന്താ കൊളാപ്സിങ് പൾസ്, അങ്ങനെ പല പൾസുകളുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫുൾ വോളിയം പൾസും വരുന്നു, പക്ഷെ അത് പെട്ടെന്ന് കൊളാപ്സ് ആവുന്നു. അതും ഉണ്ടാകുന്നത് അയോട്ടിക് റീഗർജിറ്റേഷൻ കാരണം. അയോട്ടിക് വാൾവിൽ ബ്ലഡ് ബാക്ക് ഫ്ലോ, റീഗർജിറ്റേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ്. ആ പൾസിനെ പറയുന്ന പേരെന്താണ്? ഫുൾ ബൗണ്ടിങ് പൾസ് വന്ന് സഡൻ ആയിട്ട് കൊളാപ്സ് ആയി പോകുന്നു. ഇതിനെ ബൈജെമിനൽ പൾസ് എന്ന് പറയുമോ, പൾസസ് ഓൾട്ടർനാൻസ് എന്ന് പറയുമോ, പാരഡോക്സിക്കൽ പൾസ് എന്ന് പറയുമോ, വാട്ടർ ഹാമർ പൾസ് എന്ന് പറയും. ദാറ്റ് ഈസ് വാട്ടർ ഹാമർ പൾസ്, കൊളാപ്സ് പൾസ് അല്ലെങ്കിൽ വാട്ടർ ഹാമർ പൾസ്. അതായത് ഒരുപാട് ഉയർന്നു വന്ന് ആരോ ഒന്ന് അടിച്ചു താഴ്ത്തിയതുപോലെ പെട്ടെന്ന് കൊളാപ്സ് ആയി. ഇതിനെ വാട്ടർ ഹാമർ പൾസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ ഒരു ഡെഫിനിഷൻ ചോദിച്ച സ്ഥിതിക്ക് ഇതിൽ പറയുന്ന ഏത് പൾസും ഡെഫിനിഷൻ ചോദിക്കാം. അതുപോലെ 15 മാർക്കിന്റെ എസ്സേക്ക് പൾസ് ചോദിച്ചാൽ നിങ്ങൾ അവിടെ അബ്നോർമൽ പൾസുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. സോ യു ഷുഡ് നോ അബൌട്ട് ദ ഡിഫറെന്റ് അബ്നോർമൽ പൾസസ്. ഓക്കെ, നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൊലോങ്ഡ് ഇൻടേക്ക് ഓഫ് മെഡിക്കേഷൻ or when a medication accumulates in the body leads to develop. ഇത് നമ്മുടെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്കിന്റെ എസ്സേ ചോദിക്കുന്ന 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന, 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന മറ്റൊരു ചാപ്റ്ററാണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഹൈലൈറ്റ് ചെയ്യാത്ത ചാപ്റ്ററുകളിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ഇല്ല MCQയിൽ. പ്രധാനമായിട്ട് 15 മാർക്കിന്റെ എസ്സേ ഫോക്കസ് ചെയ്ത് ഏതൊക്കെ ചാപ്റ്ററിലാണോ ഞാൻ കുട്ടികളോട് പഠിക്കാൻ പറഞ്ഞത് ആ ചാപ്റ്ററുകളിൽ നിന്ന് മാത്രമാണ് ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് പോലെ MCQ പോലും എക്സാമിന് ചോദിച്ചിരിക്കുന്നത്.
സോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ കുട്ടികൾക്ക്, കോഴ്സിലുള്ള കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടന്റ് നന്നായിട്ട് നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ട്. ഞാൻ തന്ന കണ്ടന്റുകൾ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആൻസറുകളെല്ലാം ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ എത്രത്തോളം നമ്മുടെ കോഴ്സ് എഫക്റ്റീവ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ക്ലാസ് കാണുന്ന മറ്റാരെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. സപ്ലി വാങ്ങി വയ്ക്കരുത്, ഫസ്റ്റ് ചാൻസിൽ തന്നെ എഴുതിയെടുക്കുക. വളരെ കുറച്ച് സമയമാണുള്ളത്. മാക്സിമം നന്നായിട്ട് തറവായിട്ട് പഠിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ നല്ല മാർക്കോട് കൂടെ പാസ്സാകുക. ജസ്റ്റ് പാസ്സാകല്ല, നല്ല മാർക്കോട് കൂടി പാസ്സാകണം. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സും നോട്ട്സും നിങ്ങൾ എന്ത് പഠിക്കണം, നിങ്ങളുടെ എക്സാമിൻ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചാപ്റ്റർ വൈസ്ഡ് ആയിട്ട് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മാത്രമായിരിക്കും. അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചിട്ട് പോയാൽ പോലും നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ പറ്റും. അപ്പം നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഇനിയും കോഴ്സിൽ ജോയിൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തരുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിന് മാത്രമല്ല കംപ്ലീറ്റ് എല്ലാ സെമസ്റ്ററിനും ക്ലാസ്സുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 8891127927 ആണ് നമ്മുടെ ഓഫീസ് നമ്പർ. ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. വളരെ ചെറിയ ഫീസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. നെക്സ്റ്റ്, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരുപാട് നീണ്ട കാലയളവിൽ ഒരേ മെഡിക്കേഷൻ പേഷ്യന്റ് കഴിക്കുമ്പോൾ അത് ഓവർ ഡോസ് ആകുന്നു, അക്യുമുലേറ്റ് സംഭവിക്കുമ്പോൾ എന്താണ് അതിന് പറയുന്നത്? ടോക്സിക് എഫക്ട് എന്ന് പറയുമോ, സൈഡ് എഫക്ട് എന്ന് പറയുമോ, അഡ്വേഴ്സ് എഫക്ട് എന്ന് പറയുമോ, അലർജിക് എഫക്ട് എന്ന് പറയുമോ? ഇതും നിങ്ങൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ നോട്ടിൽ നിന്ന് വായിച്ചിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. അലർജിക് എഫക്ട് എന്ന് പറഞ്ഞാൽ when the patient is taking that medicine for the first time, patient will get a reaction in his or her body. That is allergic effect. Adverse effects അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ സൈഡ് എഫക്ട്സ് മീൻസ് ഇറ്റ്സ് എ എക്സ്പെക്റ്റഡ് എഫക്റ്റ് ആണത്. അതായത് പേഷ്യന്റ് ആ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് പേഷ്യന്റ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ആ ഒരു എഫക്റ്റുകൾ, അതിനെ സൈഡ് എഫക്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വാക്സിൻ എടുക്കുമ്പോൾ പനി വരും, അത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എഫക്റ്റ് ആണ്, ദാറ്റ് ഈസ് സൈഡ് എഫക്ട്. ഇനി അത് കോംപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ അതിനെ അഡ്വേഴ്സ് എഫക്ട് എന്നും, എന്നാൽ ശരീരത്തിൽ ബ്ലഡിൽ ആ മെഡിസിന്റെ അളവ് ആവശ്യത്തിൽ അധികമായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിനെ ടോക്സിസിറ്റി അല്ലെങ്കിൽ ടോക്സിക് എഫക്ട് എന്നാണ് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എ, ടോക്സിക് എഫക്ട്. നെക്സ്റ്റ് ഇവിടെ നോക്കൂ, അതിന്റെ നോട്ടാണ് ഞാൻ കൊടുത്തത്. ടൈപ്സ് ഓഫ് മെഡിക്കേഷൻ ആക്ഷനിൽ തെറാപ്യൂട്ടിക് എഫക്ട് ഉണ്ട്, സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട്, ടോക്സിക് എഫക്ട് ഉണ്ട്, അലർജിക് റിയാക്ഷൻസ് ഉണ്ട്, ഇഡിയോസിൻക്രാറ്റിക് റിയാക്ഷൻസ് ഉണ്ട്. തെറാപ്യൂട്ടിക് എഫക്ട് എന്താണെന്നറിയാം, നമ്മളൊരു പാരസെറ്റാമോൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്ന എഫക്റ്റ് വേദന കുറയ്ക്കുക, ഫീവർ കുറയ്ക്കുക, ഇൻഫ്ലമേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അത് എക്സ്പെക്റ്റഡ് ആയിട്ട് മെഡിസിന്റെ ഫലമാണ്, ആക്ഷൻ. സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള എഫക്റ്റുകളാണ് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രെഡിക്റ്റബിൾ നിന്നും പുറമേ ആയിട്ട് മെഡിസിൻ ചില എഫക്റ്റുകൾ കാണിക്കുന്നതിന് അഡ്വേഴ്സ് എഫക്ട് എന്ന് പറയും. ടോക്സിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് അക്യുമുലേറ്റ് ചെയ്യുന്നു, മെഡിക്കേഷൻ അക്യുമുലേറ്റ് ചെയ്യുന്നു, പ്രൊലോങ്ഡ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന അതേ സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടോക്സിക് എഫക്ട്സ് ഡെവലപ്പ് ആഫ്റ്റർ പ്രൊലോങ്ഡ് ഇൻടേക്ക് ഓഫ് എ മെഡിക്കേഷൻ ഓർ വെൻ എ മെഡിക്കേഷൻ അക്യുമുലേറ്റ്സ് ഇൻ ദ ബ്ലഡ് ബിക്കോസ് ഓഫ് ഇംപെയർഡ് മെറ്റബോളിസം ഓർ excretion. ക്വസ്റ്റ്യനിലും അതേ സെന്റൻസ് അല്ലേ ഉണ്ടായിരുന്നു, നോക്കൂ. പ്രൊലോങ്ഡ് ഇൻടേക്ക് ഓഫ് മെഡിക്കേഷൻ ഓർ വെൻ എ മെഡിക്കേഷൻ അക്യുമുലേറ്റ് ഇൻ ദ ബ്ലഡ് ലീഡ്സ് ടു ഡെവലപ്പ് ടോക്സിക് എഫക്ട്. സോ ഇപ്പൊ മനസ്സിലായില്ലേ എത്രത്തോളം തറവായിട്ടുള്ള നോട്ടാണ് നിങ്ങൾക്ക് തരുന്നതെന്ന്. ഓക്കെ, നെക്സ്റ്റ് അലർജിക് റിയാക്ഷൻ എന്താണ്? അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, പ്രതീക്ഷിക്കാത്ത ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ്, നമ്മുടെ പ്രതിരോധ ശക്തിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ആ മെഡിക്കേഷനിൽ കാണിക്കുന്നു. അതിനാണ് അലർജിക് റിയാക്ഷൻ. ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകും, ഇച്ചിങ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക റെഡ്നെസ് ഉണ്ടാകുന്നു. അതിനെയാണ് അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പലതരത്തിലുള്ള എഫക്റ്റ്. നെക്സ്റ്റ് ഇഡിയോസിൻക്രാറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എ പേഷ്യന്റ് ഓവർ റിയാക്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന തെറാപ്യൂട്ടിക് എഫക്റ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള എഫക്റ്റ് അതിലുണ്ടാകുന്നു. അതിനെയാണ് ഇഡിയോസിൻക്രാറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബെനഡ്രിൽ. ചൈൽഡ് ഹു റിസീവ് ബെനഡ്രിൽ ബിക്കംസ് എക്സ്ട്രീംലി അജിറ്റേറ്റഡോ അല്ലെങ്കിൽ എക്സൈറ്റഡ് വിത്ത് ഇൻസ്റ്റെഡ് ഓഫ് ഡ്രൗസി ആവേണ്ട പേഷ്യന്റ് അജിറ്റേറ്റഡ് അല്ലെങ്കിൽ ടെൻസ്ഡ് ആയിട്ടും വയലന്റ് ആയിട്ടും മാറും. ഇത് എക്സ്പെക്റ്റഡ് ആയിട്ടില്ലാത്ത ഒരു ഓവർ റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ അണ്ടർ റിയാക്ഷൻ ഉണ്ടാകുന്നു. ഇതിനെ ഇഡിയോസിൻക്രാറ്റിക് റിയാക്ഷൻ. അങ്ങനെ പല എഫക്റ്റുകൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതും ഒന്ന് നോട്ട് ചെയ്യാം. ഇനിയുള്ള 11ാമത്തെ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. 1 ടീസ്പൂൺ ഈസ് ഈക്വൽ ടു, നിങ്ങൾ കുറേ അബ്രിവേഷൻസ് പഠിച്ചിട്ടുണ്ട്, കുറേ ഷോർട്ട് ഫോംസ് പഠിച്ചിട്ടുണ്ട്. അത് തറവായിട്ട് എല്ലാ അബ്രിവേഷൻസും പഠിച്ചു വെക്കണം.
ഇതുപോലെയുള്ള ഇക്വലന്റ് വാല്യൂസോ അല്ലെങ്കിൽ ടെർമിനോളജീസോ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഫുൾ ഫോം ചോദിക്കാം. ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ml ആണോ, 10 ml ആണോ, 15 ml ആണോ, 20 ml ആണോ? നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ ഇവിടെ നോക്കാം. 1 ml എന്ന് പറഞ്ഞാൽ 15 ഡ്രോപ്സ്, ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ml, ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 15 ml. ഇത് മോസ്റ്റ്ലി കുട്ടികൾക്ക് കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു കാര്യമാണ്. ടീസ്പൂണും ടേബിൾ സ്പൂണും 5 ml 15 ml. ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് പഠിച്ചുകൊള്ളുക. ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ml, ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 15 ml ആണ്. പണ്ടൊക്കെ നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറയുന്നത് ഒരു സ്പൂണ്, ഒരു ടേബിൾ സ്പൂൺ മരുന്ന് ഇതിൽ നിന്ന് എടുത്ത് കൊടുത്താൽ മതി കുഞ്ഞിന്. ഒരു ടീസ്പൂൺ കൊടുത്താൽ, ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണാണ്, ടീസ്പൂൺ 5 ml, ടേബിൾ സ്പൂണ് 15 ml ആണ് കുഞ്ഞിന് കൊടുക്കാൻ പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ടീസ്പൂൺ ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 5 ml. ഇത്ര മാത്രം പഠിച്ചാൽ മതിയോ? ഇല്ല. ഇവിടെ നോക്കൂ, 1 mg ഗ്രെയിൻ, പലതരം യൂണിറ്റുകൾ കൺവേർഷൻ അറിഞ്ഞിരിക്കണം. ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ 1 mg എന്ന് പറഞ്ഞാൽ ഗ്രെയിനിൽ 1/60 ആണ്. 60 mg എന്ന് പറഞ്ഞാൽ ഒരു ഗ്രെയിൻ ആണ്. 1 gram എന്ന് പറഞ്ഞാൽ 15 ഗ്രെയിൻ ആണ്. 4 gram എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാം ആണ്. 30 gram എന്ന് പറഞ്ഞാൽ ഒരു ഔൺസ് ആണ്. കോമൺലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 500 gram എന്ന് പറഞ്ഞാൽ 1.1 പൗണ്ട് ആണ്. കാരണം 1 kg എന്ന് പറയുന്നത് 1 kg എന്ന് പറഞ്ഞാൽ 2.2 പൗണ്ട് ആണ്. സോ ഹാഫ് kg 1.1 പൗണ്ട്. 1 ml എന്ന് പറഞ്ഞാൽ മിനിമിൽ 15 to 16 മിനിം. 5 ml എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഡ്രാം. 30 ml എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഔൺസ്. 500 ml എന്ന് പറഞ്ഞാൽ ഒരു പിന്റെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കോട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗലോൺ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇക്വലന്റ് വാല്യൂസ് ഇനിയുമുണ്ട്. പലതരത്തിലുള്ള മെഡിക്കേഷൻ ഓർഡർ, ഇതും പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിച്ചിട്ടുണ്ട്. ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സ്റ്റാറ്റ് ഓർഡർ എന്താണ്, അസാറ്റ് ഓർഡർ എന്താണ്, സിംഗിൾ ഓർഡർ എന്താണ്, PRN ഓർഡർ എന്താണ്, റുട്ടീൻ ഓർഡർ എന്താണ്, സ്റ്റാൻഡിംഗ് ഓർഡർ എന്താണ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഓരോന്നിന്റെ മീനിങ്ങും ഏത് സമയത്ത് കൊടുക്കുന്നു, അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞിരിക്കുക. AC എന്താണ്, AM എന്താണ്, BID എന്താണ്, TID എന്താണ്, QID എന്താണ്, CAP എന്താണ്, GTT എന്താണ്? GTT എന്ന് പറഞ്ഞാൽ ഡ്രോപ്സ് ആണ്. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ ആണ്. BID എന്ന് വെച്ചാൽ ടോയ്സ് എ ഡേ ആണ്. TID എന്ന് വെച്ചാൽ ട്രൈസ് എ ഡേ ആണ്. QID എന്ന് വെച്ചാൽ 4 times എ ഡേ എന്നാണ്. HR എന്ന് പറഞ്ഞാൽ അവേഴ്സ്. IM എന്ന് പറഞ്ഞാൽ ഇൻട്രാമസ്കുലർ. IV എന്ന് പറഞ്ഞാൽ ഇൻട്രാവീനിയസ്. NO എന്ന് പറഞ്ഞാൽ നമ്പർ. PC എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മീൽ. PO എന്ന് പറഞ്ഞാൽ ബൈ മൗത്ത്. PM എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ. PRN അല്ലെങ്കിൽ SOS എന്ന് പറഞ്ഞാൽ വെനെവർ നീഡഡ്. ചില ടാബ്ലറ്റ്സ് ഡോക്ടേഴ്സ് എഴുതുമ്പോൾ പറയും വെനെവർ നീഡഡ് യു ക്യാൻ അഡ്മിനിസ്റ്റർ. SOS ബേസിസിൽ ഈ ടാബ്ലറ്റ് കൊടുക്കുക. പനി ഉണ്ടെങ്കിൽ പനിക്കുള്ള ടാബ്ലറ്റ് കൊടുക്കുക, ചുമയുണ്ടെങ്കിൽ ചുമയ്ക്കുള്ള മരുന്ന് കൊടുക്കുക എന്ന്. SOS ഇല്ല എങ്കിൽ നിർബന്ധമില്ല, കൊടുക്കണ്ട. എന്നാൽ ചില ടാബ്ലറ്റ്സ് എന്താണ് കൃത്യമായിട്ട് നമ്മൾ ടൈം സ്കിപ്പ് ചെയ്യാതെ കൊടുക്കുകയും വേണം. പിന്നെ QID ചിലപ്പോൾ പറഞ്ഞ പല വാല്യൂസ് ഇവിടെ ഉണ്ട്, ഇതെല്ലാം അറിഞ്ഞിരിക്കുക. ഇത്ര മാത്രമല്ല, ഞാൻ നോട്ട്സ് തന്നപ്പോൾ അതിനകത്ത് ഒരുപാട് അബ്രിവേഷൻസ് തന്നിട്ടുണ്ട്, അതെല്ലാം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വീണ്ടും വൈറ്റൽ സയൻസ് എന്നൊരു ക്വസ്റ്റ്യൻ. എ ടൈപ്പ് ഓഫ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വൈറ്റൽ സയൻസിൽ നിന്നും. എ ടൈപ്പ് ഓഫ് ഫീവർ ഇൻ വിച്ച് ടെമ്പറേച്ചർ റൈസസ് ഫ്രം നോർമൽ ടു ഹയർ ലെവൽ ബാക്ക് ടു റെഗുലർ ഇന്റർവെൽ. നോർമൽ ലെവൽ, അവിടെ നിന്ന് ഹയർ ലെവലിൽ പോയി, അവിടെ നിന്ന് താഴെ നോർമൽ ലെവൽ വന്നു, വീണ്ടും ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും ഹയർ ലെവലിൽ പോയി, വീണ്ടും നോർമൽ ലെവൽ വന്നു, ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് പോയി, അങ്ങനെ വരും. ഇത് ഏത് തരം ഫീവറാണ്? പലതരത്തിലുള്ള ഫീവറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെമിറ്റന്റ് ഫീവർ ആണോ, ഇന്റർമിറ്റന്റ് ഫീവർ ആണോ, കോൺസ്റ്റന്റ് ഫീവർ ആണോ, ഇൻവേഴ്സ് ഫീവർ ആണോ? നമുക്ക് ഫീവറിന്റെ ടൈപ്സ് നോക്കാം. ഇന്റർമിറ്റന്റ് ഫീവർ, ബോഡി ടെമ്പറേച്ചർ ദാറ്റ് ഓൾട്ടർനേറ്റ്സ് ബിറ്റ്വീൻ ഫെബ്രൈൽ ആൻഡ് എഫെബ്രൈൽ സ്റ്റേറ്റ്. ചിലപ്പോൾ പനി ഉണ്ടാകുന്നു, ചിലപ്പോൾ പനിയില്ല, വീണ്ടും പനിയുണ്ട്, വീണ്ടും പനിയില്ല, അങ്ങനെയുള്ളതിന് ഫെബ്രൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീവർ എന്നർത്ഥം. അതിനെ എന്ത് പറയുന്നു? ഇന്റർമിറ്റന്റ് ഫീവർ എന്നാണ് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഇന്റർമിറ്റന്റ് ഫീവർ. നെക്സ്റ്റ് റെമിറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡിയിലെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്, പക്ഷേ ഒരിക്കലും അത് നോർമലിലോട്ട് വരുന്നില്ല. 2 ഡിഗ്രിയിൽ കൂടുതലാണ് അവിടെ ടെമ്പറേച്ചർ കൂടുന്നത്. ത്രൂ ഔട്ട് ദ ഡേ ടെമ്പറേച്ചർ കൂടി തന്നെ നിൽക്കുന്നു. ദാറ്റ് ഈസ് റെമിറ്റന്റ് ഫീവർ. എപ്പോഴും ഒരുപോലെ ടെമ്പറേച്ചർ നിൽക്കുന്നു, 1 ഡിഗ്രി കൂടുതൽ എപ്പോഴും ടെമ്പറേച്ചറോട് കൂടി തന്നെ നിൽക്കുന്നു 24 മണിക്കൂർ. അത് കോൺസ്റ്റന്റ് ഓർ കണ്ടിന്യൂസ് ഫീവർ. ഓക്കെ, ഇതിനെ ഇങ്ങനെയാണ് പല ടൈപ്പ് ഫീവർ ഉണ്ട്, അതൊന്ന് നോക്കി വെക്കാം. അപ്പൊ ഇത്രയുമാണ് 12 ഒൺവേർഡ് ക്വസ്റ്റ്യൻസ്. ഈ 12 ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നില്ലേ? അവിടെ നമുക്ക് 12 മാർക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത സെഷൻ 12 വേർഡ് എഴുതിയപ്പോൾ നിങ്ങൾക്ക് 12 മാർക്ക് അവിടെ കിട്ടി. ഇനി നമുക്ക് അടുത്ത് പോകുന്ന എസ്സേ ക്വസ്റ്റ്യൻ ആണ്.
അതായത് നമ്മുടെ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 15 മാർക്കിനാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ക്വസ്റ്റ്യന് 3 പാർട്ടുണ്ട്. ഈ 3 പാർട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. ആദ്യത്തെ പാർട്ട് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. രണ്ടാമത്തെ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മാർക്ക് കിട്ടും. മൂന്നാമത്തെ പാർട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 8 മാർക്ക് കിട്ടും. അതിനാണ് 8 മാർക്കിനാണ് അവർ മാർക്ക് ഇടുന്നത്. അതിൽ എത്ര മാർക്ക് അവർ തരുന്നോ അത്രയും. ഇതെങ്ങനെ നമുക്ക് 15-ൽ 14 മാർക്ക് വാങ്ങാം? ഓൾവേസ് essay should start with an introduction. എസ്സേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. അവിടെ എ എന്നോ ബി എന്നോ ഒന്നും കൊടുക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ ഹെഡിങ്ങും കൊടുക്കണമെന്നില്ല. ജസ്റ്റ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടോപ്പിക് എന്താ ചോദിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഹെഡിങ് കൊടുക്കാം. കമ്മ്യൂണിക്കേഷൻ ഹെഡിങ് കൊടുക്കുക. അതിനൊരു ജസ്റ്റ് മീനിങ്, ഒരു സിമ്പിൾ, അവിടെ അതിന്റെ കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. അതിനുശേഷം എ പാർട്ട് എഴുതുക. ഡെഫിനിഷൻ അവിടെയാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഡെഫിനിഷൻ അല്ലേ 2 മാർക്ക്? 2 മാർക്ക് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. എസ്സേക്ക് 15 മാർക്ക്. ആ ഒരു സ്ട്രക്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത്രയും മാർക്ക് കിട്ടത്തില്ല. ഈ 2 മാർക്കും അതുപോലെ കിട്ടണമെങ്കിൽ, 1/2 മാർക്ക് പോലും കുറയാതെ കിട്ടണമെങ്കിൽ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് എ എന്ന് കൊടുത്ത് ഡെഫിനിഷൻ, കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ അവിടെ കൊടുക്കാം. മിനിമം ഒരു ഡെഫിനിഷൻ, അറിയാമെങ്കിൽ 2 ഡെഫിനിഷൻ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഒരു ഡെഫിനിഷൻ തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇല്ല, കുറച്ചുകൂടി ഒന്ന് എസ്സേ ഒന്ന് ഇലാബറേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് 2 ഡെഫിനിഷൻ വേണമെങ്കിലും എഴുതാം. എന്നിട്ട് ബി സെഷനിലോട്ട് പോവുക. എക്സ്പ്ലെയിൻ ദ ബേസിക് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. 15 മാർക്കിന് 5 മാർക്കിന് 2 മാർക്കിന് 1 മാർക്ക്. ഏത് സെഷനിലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുൾ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും 15-ഉം 5-ഉം 2-ഉം പറയുന്നത്. കാരണം ഇതിൽ നിന്ന് ഈ പല സെക്ഷൻസിലും ഈ ചാപ്റ്ററുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത്രയും പ്രാധാന്യം ഈ ചാപ്റ്റേഴ്സിന് നിങ്ങൾ കൊടുക്കുക. ബേസിക് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്തൊക്കെയാണ്? അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഇവിടെ നിങ്ങൾ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് എലമെന്റ്സ്, സെൻഡർ, മീഡിയം, അല്ലെങ്കിൽ റിസീവർ, അതിന്റെ ചാനൽ, അത് മാത്രമല്ലാതെ അതിന് ബേസിക് എലമെന്റ്സ് എഴുതുക. അതാണ് 5 മാർക്കിന് അവർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പിക്ചർ വരയ്ക്കുക, അതിനുശേഷം അതിന്റെ എലമെന്റ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്യുക, അതിന്റെ ഓരോ എലമെന്റ്സിനെയും വിശദീകരിച്ച് അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ്ലി എഴുതുക. എന്നിട്ട് അടുത്ത സെഷനായിട്ട് ആ ഒരു സി സെഷനിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഇതിനെക്കുറിച്ച് അഡീഷണലി നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എഴുതാം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എഴുതാം. അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ടീവ് മെറ്റീരിയൽസ് കുറച്ചുകൂടി എഴുതുക. അപ്പോഴായിരിക്കും അവർ കുറച്ചുകൂടി ഇംപ്രസ്ഡ് ആയിട്ട് ആ 5 മാർക്ക് എന്നുള്ളത് ഒരു 4.5 മാർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ 5 മാർക്കും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ 2 മാർക്ക് തീർച്ചയായിട്ടും തരും. ഇവിടെ 4.5-ഓ 5-ഓ മാർക്ക് കൃത്യമായിട്ട് തരും. നിങ്ങൾ ബേസിക് എലമെന്റ്സ് മാത്രം എഴുതിയാൽ കിട്ടത്തില്ല. പകരം കുറച്ചുകൂടി ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്ത് എഴുതുക. അവിടെ കുറച്ചുകൂടി ആഡ് ചെയ്ത് എഴുതുക. അത് എഴുതുക. അത് കഴിഞ്ഞ് വേണം നിങ്ങൾ സി, ഡിസ്ക്രൈബ് ദ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്. ഒരു വാസ്റ്റ് ഏരിയ ആണത്. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈലൻസിൽ തുടങ്ങി ലിസണിങ്, ആർഗ്യൂയിങ്, ക്ലാരിഫയിങ്, അല്ലെ, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ടെക്നിക്സുകളെല്ലാം നിങ്ങൾക്ക് ഒരു പിക്ടോറിയൽ ഡയഗ്രാമിലൂടെ ഒരു സ്പൈഡർ പോലെയോ അങ്ങനെ എന്തെങ്കിലും വരച്ച് ടെക്നിക്സ് എല്ലാം എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇംപ്രസ്ഡ് ആകും ടീച്ചേഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഡൗൺ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എല്ലാ ടെക്നിക്സും നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് ഓരോ ടെക്നിക്കും എടുത്തെഴുതി വിശദീകരിക്കാം. അതും 8 മാർക്കിനാണ്. ജസ്റ്റ് അതിന്റെ മീനിങ് മാത്രമല്ല, 8 മാർക്കിനെന്ന് പറഞ്ഞാൽ അത് മാത്രം നിങ്ങളൊരു 4 പേജ് വിശദീകരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? 4 പേജ് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ ടെക്നിക്കും അതെന്താണ്, അതിനൊരു എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇതുപോലൊരു 3ാമത്തെ പാർട്ട് അത്രത്തോളം വിശദീകരിച്ച് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതവിടെ ലാസ്റ്റ് ആഡ് ചെയ്യാം. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഹൗ, എന്തൊക്കെയാണ് അത് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അവ എന്തൊക്കെയാണ് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കുക. എങ്ങനെ നമുക്ക് ഈ ബാരിയേഴ്സ് ഓവർകം ചെയ്യാം, അതിന്റെ മെത്തേഡ്സും കൂടി വിശദീകരിച്ച് എഴുതുക. അങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഈ 8 മാർക്കിൽ നിങ്ങൾക്ക് 7 മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. ഈ 2 മാർക്ക് ഫുള്ള് കിട്ടും, 5 മാർക്ക് ഫുള്ള് കിട്ടും. അവസാനത്തിൽ 1 മാർക്ക് അവർ കുറയ്ക്കും, ഉറപ്പായിട്ടും കുറയ്ക്കും. 7 മാർക്ക് അവരോട് തരും. ഔട്ട് ഓഫ് 15 യു വിൽ ഗെറ്റ് 14 മാർക്സ്. ഈ രീതിയിൽ നിങ്ങൾ എഴുതിയാൽ ജസ്റ്റ് ഡെഫിനിഷൻ ഒരു സെന്റൻസും എഴുതി, എലമെന്റ്സ് ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്ത്, കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ജസ്റ്റ് 1-2 സെന്റൻസിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ആരും 15 മാർക്ക് തരത്തില്ല. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഇൻട്രൊഡക്ഷൻ,
2 ഡെഫിനിഷൻ, അതുപോലെ ബേസിക് എലമെന്റ്സ്, സ്ട്രക്ചർ വരച്ച് അതിന്റെ പ്രോസസ്സിന്റെ സ്ട്രക്ചർ, സെൻറ്റർ, മീഡിയം, സെൻറ്റർ, മെസ്സേജ്, എൻകോഡിങ്, അടുത്ത് മീഡിയം, അടുത്ത് ഡീകോഡിങ്, അടുത്ത് റിസീവർ, അവിടെ റിസീവറിൽ നിന്ന് ഫീഡ്ബാക്ക്, ഇങ്ങനെ കറക്റ്റ് പിക്ചർ വരച്ച് അതിലെ ഓരോ എലമെന്റ്സ് നിങ്ങൾ എഴുതി വിശദീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് അതിന്റെ കൂടെ അഡീഷണലി കുറച്ച് നിങ്ങൾ പോയിന്റും കൂടെ ആഡ് ചെയ്യണം. കുറച്ചുകൂടെ നല്ലതാണ്, 5 മാർക്ക് കിട്ടും. ഇനി അഡീഷണൽ പോയിന്റ് ആഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. മൂന്നാമത്തെ പാർട്ടും ഇതുപോലെ വിശദീകരിച്ച് എഴുതിയാൽ 14 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ രീതിയിലാണ് എസ്സേ എഴുതാൻ. ഇവിടെ ഒരു എസ്സേ അല്ല, നമുക്ക് 15 മാർക്കിന് 2 എസ്സേ ഉണ്ട്. രണ്ടാമത്തെ എസ്സേ വളരെ ഈസി ആയിട്ടുള്ള ഒരു എസ്സേ, എനിമ. പണ്ട് മുന്നത്തെ എക്സാമിനൊക്കെ ഒരുപാട് കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു എസ്സേ ആയിരുന്നു. ഇടക്കാലം കുറച്ച് നാളായിട്ട് എനിമയിൽ നിന്നും 10 മാർക്കിന്റെ 15 മാർക്കിന്റെ എസ്സേ വരുന്നില്ലായിരുന്നു. പകരം 5 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് 1 മാർക്കിനൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് മാറി വീണ്ടും 15 മാർക്കിന് ചോദിച്ചു. ആദ്യത്തെ പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ 3 പാർട്ടുണ്ട്. ഡിഫൈൻ എനിമ, ഡിസ്ക്രൈബ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എനിമ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഓഫ് ഗിവിംഗ് എനിമ വിത്ത് സയന്റിഫിക് പ്രിൻസിപ്പിൾസ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് നമ്മൾ ആദ്യം എനിമയെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ എലിമിനേഷൻ നീഡ്സിനെ കുറിച്ച് പറയാം. എനിമ നമ്മൾ എവിടെയാണ് പഠിച്ചത്? ഫണ്ടമെന്റൽസിൽ എലിമിനേഷൻ നീഡ്സിലാണ് പഠിച്ചത്. എലിമിനേഷൻ നീഡ്സ് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ യൂറിൻ പാസ് ചെയ്യുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ ബവൽ എലിമിനേഷനെ കുറിച്ചും അതിന്റെ പ്രാധാന്യം എന്താണ്, പേഷ്യൻസിന് അതിന്റെ അസിസ്റ്റൻസ് എവിടെയാണ് ആവശ്യമാണ്, അതിനെ കുറിച്ചൊക്കെ 1-2 സെന്റൻസ് എഴുതുക. അത് കഴിഞ്ഞാൽ എനിമ ഡെഫിനിഷൻ എഴുതുക. എനിമയുടെ ഡെഫിനിഷൻ വിശദീകരിച്ച് എഴുതുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി പാർട്ട്. അപ്പൊ ഇതിന് ഇത്രയും എഴുതും. ഇൻട്രൊഡക്ഷൻ എഴുതി ഡെഫിനിഷൻ എഴുതിയാൽ 2 മാർക്ക് കിട്ടും. ക്ലാസിഫിക്കേഷൻ ഓഫ് എനിമ, ഒരുപാട് ടൈപ്പ് ഉണ്ട് ക്ലാസിഫിക്കേഷൻ, നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? എനിമയുടെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം 15 മാർക്കിന്. യൂസസ് ഓഫ് എനിമ ആഡ് ചെയ്യാം. ടൈപ്സ് ഓഫ് എനിമ, ഇവാക്വന്റ് എനിമയുണ്ട്, റീടൈൻഡ് എനിമയുണ്ട്. ഇവാക്വന്റ് എനിമ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ടൈപ്സുകൾ ഏതൊക്കെയാണ്? സിമ്പിൾ ഇവാക്വന്റ് ഉണ്ട്, മെഡിക്കേറ്റഡ് ഇവാക്വന്റ് ഉണ്ട്, കോൾഡ് ഇവാക്വന്റ് ഉണ്ട്. അവയുടെ ഓരോന്നിന്റെ ഡെഫിനിഷൻ, അതിന്റെ സൊല്യൂഷൻ, അതിന്റെ എമൗണ്ട്, അതിന്റെ ഓരോന്നിന്റെ ടൈപ്പ്. മെഡിക്കേറ്റഡ് ഇവാക്വന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈപ്സുകൾ ഏതൊക്കെയാണ്? ഓയിൽ എനിമ, അതിൽ തന്നെ ഓയിൽ എനിമ, ആസ്ട്രിഞ്ചന്റ് എനിമ, പർഗേറ്റീവ് എനിമ, അൻഹെൽമെറ്റിക് എനിമ, കാർബണേറ്റീവ് എനിമ, അതിന്റെ ഓരോന്നിന്റെ ഡെഫിനിഷൻ അതും വിശദീകരിച്ചു. ഓയിൽ എനിമ, ആസ്ട്രിഞ്ചന്റ് എനിമ, പർഗേറ്റീവ് എനിമ, അൻഹെൽമെറ്റിക് എനിമ, കാർബണേറ്റീവ് എനിമ. അടുത്ത കോൾഡ് ഇവാക്വന്റ് എനിമ എന്താണ്? റീടൈൻഡ് എനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ടൈപ്സ്. റീടൈൻഡ് എന്ന് പറഞ്ഞാൽ തങ്ങി നിൽക്കുന്ന എനിമ അല്ലെ. സ്റ്റിമുലന്റ് എനിമയുണ്ട്, സെഡേറ്റീവ് എനിമയുണ്ട്, എമോളിയന്റ് എനിമയുണ്ട്, അനസ്തറ്റിക് എനിമയുണ്ട്, ന്യൂട്രീറ്റിയൻ എനിമയുണ്ട്. അതിന്റെ യൂസസ്, അതിന് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസ്. പിന്നെ അടുത്ത് കഴിഞ്ഞാൽ അടുത്ത 3ാമത്തെ പാർട്ട്, നമ്മുടെ ക്വസ്റ്റ്യനിലെ 3ാമത്തെ പാർട്ട് എന്താണ്? എങ്ങനെയാണ് നമ്മൾ അത് കൊടുക്കുന്നത്? ഈ എനിമ നമ്മൾ എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു? അതിന്റെ സ്റ്റെപ്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എനിമയുടെ ഡീറ്റെയിൽസും അതിന്റെ ടൈപ്സും എല്ലാം എഴുതി കഴിഞ്ഞാൽ അതിന് യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് നമുക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത്? പ്രൊസീജിയർ ഡീറ്റെയിൽ. അതിന്റെ പ്രൊസീജിയർ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതിന്റെ പൊസിഷൻ എങ്ങനെയാണ് പേഷ്യന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും, എങ്ങനെ പൊസിഷൻ ചെയ്യണം, ക്യാൻ എത്രയിലോട്ട് ഹൈറ്റ് എടുക്കണം, അതെല്ലാം വെച്ചിട്ട് പ്രൊസീജിയർ കംപ്ലീറ്റ്ലി വിശദീകരിച്ച് എഴുതാം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14 മാർക്ക് 15 മാർക്കിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇത് പുറമെ നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും കണ്ടന്റ് നിങ്ങൾക്ക് ഇതിലും പറ്റിയില്ല എങ്കിൽ പുറമെ നിങ്ങൾ എനിമയിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് 2 എസ്സേ. ഈ 2 എസ്സേയിൽ നിങ്ങൾക്ക് 15 മാർക്കിൽ എസ്സേക്ക് 14 മാർക്ക് വീതം കിട്ടിയാൽ പിന്നെ ഇനി ബാക്കിയുള്ള എഴുതിയില്ലെങ്കിലും നിങ്ങൾ നല്ല പാസ്സാകും അല്ലെ, നല്ല മാർക്കോടുകൂടി പാസ്സാകും. 28 മാർക്കും അവിടെ വീണ്ടും 12 മാർക്കുമായി. അപ്പൊ തന്നെ 40 മാർക്കായി, പാസ്സാകേണ്ട മാർക്കായി. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഷോർട്ട് നോട്ട്സ് 5 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻ ആണുള്ളത്, 25 മാർക്കിന്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. നമ്മൾ നഴ്സസ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ അത് എപ്പോഴും ഡോക്യുമെന്റ് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം. അപ്പൊ റെക്കോർഡ്സിലും ടൈപ്സ് ഉണ്ട്, റിപ്പോർട്ട്സിലും ടൈപ്സ് ഉണ്ട്. എന്താണ് റിപ്പോർട്ടിംഗ്? ഇവിടെ ഡയറക്ട്ലി നിങ്ങൾ ടൈപ്സ് ഓഫ് റിപ്പോർട്ടിലല്ല പോകേണ്ടത്. എന്താണ് ഡോക്യുമെന്റേഷൻ, അതിന് ടൈപ്സ് റെക്കോർഡിംഗ് ഉണ്ട്, റിപ്പോർട്ടിംഗ് ഉണ്ട്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയും എഴുതിയിട്ട് വേണം റിപ്പോർട്ടിങ്ങിന്റെ ഡെഫിനിഷൻ എഴുതുക, റിപ്പോർട്ടിങ്ങിന്റെ ടൈപ്സ്, എന്തൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്നുണ്ട് അത് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. എന്നിട്ട് അവയിൽ ഓരോന്നും എടുത്തെഴുതുക. റിപ്പോർട്ടിംഗ് എന്താണ്? റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ഈസ് എ ഓറൽ, റിട്ടൺ ഓർ കമ്പ്യൂട്ടർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഇന്റൻഡഡ് ടു കൺവേ ഇൻഫർമേഷൻ ടു അതേഴ്സ്. അതാണ് റിപ്പോർട്ട്.
കോമൺലി യൂസ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ്? ഹാൻഡ് ഓഫ് റിപ്പോർട്ട് ഉണ്ട്, ചേഞ്ച് ഓഫ് ഷിഫ്റ്റ് റിപ്പോർട്ട് ഉണ്ട്, ട്രാൻസ്ഫർ റിപ്പോർട്ട് ഉണ്ട്. അത് കഴിഞ്ഞാൽ ടെലിഫോൺ റിപ്പോർട്ട് ഉണ്ട്, ഇൻസിഡന്റ് റിപ്പോർട്ട് ഉണ്ട്. ഇവയെല്ലാം ഓരോന്നും എന്ത് ചെയ്യുക, വിശദീകരിച്ച് എഴുതുക. ടൈപ്സിന്റെ പേര് മെൻഷൻ ചെയ്താൽ മാത്രം വരാം. ഹാൻഡ് ഓഫ് റിപ്പോർട്ട്, അതിൽ തന്നെ ഓരോ ടൈപ്പ് ഹാൻഡ് ഓഫിന്റെ തന്നെ ചേഞ്ച് ഷിഫ്റ്റ്, ഒരു ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റിലുള്ള സ്റ്റാഫിന് കൊടുക്കുന്ന ഷിഫ്റ്റ് റിപ്പോർട്ട്, അതിനെക്കുറിച്ച് വിശദീകരിക്കാം. പേഷ്യന്റിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ട്രാൻസ്ഫർ റിപ്പോർട്ട്, അതിനെക്കുറിച്ച് വിശദീകരിക്കുക. ടെലിഫോണിലൂടെയുള്ള റിപ്പോർട്ട്സിനെ കുറിച്ച് വിശദീകരിക്കുക. അവിടെ ടെലിഫോൺ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാം. അതുപോലെ ടെലിഫോൺ ഓർഡർ, വെർബൽ ഓർഡർ, അല്ലെങ്കിൽ ഒരു ഓർഡറിൽ ഉണ്ടായിരിക്കും. ടെലിഫോൺ ഓർഡറിൽ നമ്മൾ എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാം. പിന്നെ നീഡിസ്റ്റിക് ഇഞ്ചുറിയോ, പേഷ്യന്റ് ഫോളോ, അല്ലെങ്കിൽ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇററോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഇൻസിഡന്റ് റിപ്പോർട്ട് നമ്മൾ എഴുതും. അതിന് ഇൻസിഡന്റ് റിപ്പോർട്ടിനെ കുറിച്ചും വിശദീകരിച്ച് എഴുതുക. അത് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചു. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട്സിന്റെ ഇമ്പോർട്ടൻസും യൂസസും ഒക്കെ കുറിച്ച് വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ 5 മാർക്കായി. 5 മാർക്കിന് ചില ടീച്ചേഴ്സ് 5 മാർക്ക് തരും, ചിലപ്പോൾ 4-4.5 മാർക്കൊക്കെ തരും. ഇത്രയും എഴുതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 4.5 മാർക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രിവെൻഷൻ ഓഫ് മെഡിക്കേഷൻ ഇറർ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മെഡിക്കേഷൻ ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളാണ് മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഡോക്ടേഴ്സ് മെഡിക്കേഷൻ ഓർഡർ തരുമ്പോൾ നമ്മളാണ് മെഡിക്കേഷന്റെ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ മെഡിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ശരിയായ പേഷ്യന്റിന് ശരിയായ സമയത്ത് ശരിയായ മെഡിസിൻ ശരിയായ അളവിൽ ശരിയായ റൂട്ട് വഴി അഡ്മിനിസ്റ്റർ ചെയ്യണം. എന്നിട്ട് അത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. ഇതിൽ വരുന്ന മിസ്റ്റേക്കുകൾ, ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്, അവയാണ് മെഡിക്കേഷൻ ഇറർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുമ്പോൾ എന്താണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് മീൻ ബൈ മെഡിക്കേഷൻ ഇറർ, മെഡിക്കേഷൻ ഇറർ, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, എങ്ങനെയാണ് മെഡിക്കേഷൻ ഇറർ ഉണ്ടാകുന്നത് എന്ന് എഴുതുക. അത് കഴിഞ്ഞ് എങ്ങനെ നമുക്കിത് പ്രിവെന്റ് ചെയ്യാമെന്നുള്ളത് അടുത്ത ലാസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക, ലാസ്റ്റ് വിശദീകരിച്ച് എഴുതുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പായിട്ട് ഇതിന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ അത് ആൻസർ ചെയ്യാം. മെഡിക്കേഷൻ ഇറർ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മെഡിക്കേഷൻ ഇറേഴ്സ് ആർ അൺഇന്റൻഡഡ് മിസ്റ്റേക്സ്, നമ്മൾ അറിയാതെ മനഃപൂർവ്വമല്ലാതെ പ്രിസ്ക്രൈബിങ്ങിലോ ഡിസ്പെൻസിങ്ങിലോ അഡ്മിനിസ്ട്രേഷനോ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന് ഹാംഫുൾ ആകുന്ന രീതിയിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്ക്, അതിനെയാണ് മെഡിക്കേഷൻ ഇറർ എന്ന് പറയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഇററുകൾ ഉണ്ടെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, അവയെല്ലാം എഴുതാം. ഇവ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷന് മുന്നേ 3 ചെക്കും 10 റൈറ്റ്സും ഫോളോ ചെയ്യാം. 3 ചെക്കുകൾ ഏതൊക്കെയാണ്? ചെക്ക് വെൻ obtaining the container of medicine, check when removing the medicine from the container, check when replacing the container. അതുപോലെ 10 റൈറ്റ്സ്, റൈറ്റ് പേഷ്യന്റ്, റൈറ്റ് മെഡിക്കേഷൻ, റൈറ്റ് ടൈം, റൈറ്റ് ഡോസ്, റൈറ്റ് റൂട്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ഓൺ ഡ്രഗ്, റൈറ്റ് ടു റെഫ്യൂസ് മെഡിക്കേഷൻ, റൈറ്റ് അസസ്മെന്റ്, റൈറ്റ് ഡോക്യുമെന്റേഷൻ, റൈറ്റ് ഇവാലുവേഷൻ. ഈ 10 റൈറ്റ്സ് നിങ്ങളവിടെ വിശദീകരിച്ച് എഴുതണം. ഇതെല്ലാം നമ്മുടെ മെഡിക്കേഷൻ ഇറേഴ്സ് അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ ഇതാ 5 മാർക്ക് ധാരാളമല്ലേ? മതി. നെക്സ്റ്റ്, മെഡിക്കേഷൻ ഓർഡറിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്, അതുകൂടെ എഴുതാം. അടുത്തുള്ളത് ടൈപ്സ് ഓഫ് പെയിൻ, കംഫർട്ട്, സ്ലീപ്പ്, റെസ്റ്റ്, പെയിൻ. ഇതിൽ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കംഫർട്ട് ഡിവൈസസ്, റെസ്റ്റ്, ടൈപ്സ് ഓഫ് റെസ്റ്റ്, ഇതെല്ലാം അവിടെ പഠിക്കണം. അതുപോലെ പെയിൻ മാനേജ്മെന്റ്, വേദന ഏതൊക്കെ ടൈപ്പ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് വേദന, ടൈപ്സ് ഓഫ് പെയിൻ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് പെയിനിന്റെ ഡെഫിനിഷൻ കൊടുക്കാം, അതിനെ നാച്ചർ ഓഫ് പെയിൻ കൊടുക്കാം, സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് പെയിൻ കൊടുക്കാം. അത് കഴിഞ്ഞ് ടൈപ്സ് ഓഫ് പെയിൻ കൊടുക്കാം. പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓരോ ക്ലാസിഫിക്കേഷനും പെയിൻ തന്നെ ഡ്യൂറേഷൻ അനുസരിച്ച് പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് അക്യൂട്ട് പെയിനെ കുറിച്ചും ക്രോണിക് പെയിനെ കുറിച്ചും വിശദീകരിക്കാം. അതിന് എക്സാമ്പിൾസ് കൊടുക്കാം. പിന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, ഏത് ഭാഗത്താണ് വേദന ഉണ്ടാകുന്നതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ കൊടുക്കാം. അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചുള്ള വേദനയും അതിനെ അസസ് ചെയ്യുന്ന സ്കെയിൽ, പെയിൻ സ്കെയിലിനെ കുറിച്ചും അതിന് ഇന്റൻസിറ്റി അനുസരിച്ച് ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് എഴുതാം. ഇറ്റിയോളജി, അതിന്റെ കാരണം അനുസരിച്ച് വേദനയുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് അടുത്ത് കൊടുക്കാം. അങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷനോട് വിശദീകരിച്ചു. നെക്സ്റ്റ്, ഫസ്റ്റ് ചാപ്റ്ററിൽ ഹെൽത്ത് ആൻഡ് ഇൽനെസ്, ഫണ്ടമെന്റൽസിന്റെ നിങ്ങൾ ആദ്യം പഠിച്ച നഴ്സിംഗിന് ചേർന്ന ആദ്യം ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൽ, ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 1 ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചാണ് ഹെൽത്ത് എന്താണ്, ഇൽനെസ് എന്താണ്, ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇൽനെസ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, ഇൽനെസ്സും ഹെൽത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ, കോമൺലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് ഇൽനെസ് ഓൺ ദ ക്ലയന്റ് ആൻഡ് പേഷ്യന്റ് ആൻഡ് ഫാമിലി. ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിൽ എന്തെങ്കിലും അസുഖം വന്നാൽ അത് ആ പേഷ്യന്റിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ആ ഫാമിലിയെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു. 5 മാർക്കിന് കോമൺലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്
റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, മെയിനായിട്ട് നോട്ട് ചെയ്യാം. ഷോർട്ട് ടേം എഫക്റ്റുകൾ എന്തൊക്കെയാണ്, ലോങ് ടേം എഫക്റ്റുകൾ എന്താണ്, ഫാമിലി റോളിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെ ഉണ്ടാകും, അങ്ങനെ ഒരുപാട് പോയിന്റ്സുകൾ ഇവിടെ പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി നോട്ടെല്ലാം ഞാൻ കുട്ടികൾക്ക് തന്നിട്ടുണ്ട്, ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. നിങ്ങളതൊന്ന് കേട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്കത് എഴുതാൻ പറ്റും. തീർച്ചയായിട്ടും 5 മാർക്കിന് എഴുതാൻ പറ്റും. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 1 തന്നെ ലാസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് എയ്ഡ്. അതിലിവിടെ ചോദിച്ചിരുന്ന ഒരു സിംഗിൾ ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ, പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ് അത് നിങ്ങൾക്ക് എഴുതാം. പ്രിൻസിപ്പിൾസ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ചേർത്ത് എഴുതാം, ക്വാളിറ്റീസ് ഓഫ് ഫസ്റ്റ് എയ്ഡർ എഴുതാം, അത് കഴിഞ്ഞ് പ്രിൻസിപ്പിൾസും ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ഇത്രയുമാണ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 5 ക്വസ്റ്റ്യൻ 4 മാർക്ക് മിനിമം കിട്ടിയാലും എത്രയായി? 20 മാർക്സ് ആയി. 25 മാർക്സിൽ 20 മാർക്ക് കിട്ടി. നേരത്തെ നമുക്ക് ഓൾറെഡി 40 മാർക്ക് കിട്ടി, ഇവിടെ 20 മാർക്ക് കിട്ടി, 60 മാർക്സ് കിട്ടി. നെക്സ്റ്റ് 4 ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ വീതം ഉണ്ട്. നോക്കാം, അവിടെ 4 മാർക്ക് ഉണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് ഇവിടെ ചില യൂണിവേഴ്സിറ്റിയിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാറുണ്ട്, ചിലടത്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയാറുണ്ട്. എന്ത് തന്നെയായാലും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ആയാലും നമ്മളവിടെ ഡിഫൈൻ തന്നെയാണ് ചെയ്യുന്നത്. അക്യൂട്ട് ഇൽനസും ക്രോണിക് ഇൽനസും 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് 2 മാർക്കിന്. അക്യൂട്ട് ഇൽനസും ക്രോണിക് ഇൽനസും തമ്മിൽ ഡിഫറൻസ് ബിറ്റ്വീൻ. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഹെൽത്തും ഇൽനസും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാറുണ്ട്. വെൽനസും ഇൽനസും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാറുണ്ട്. ക്രോണിക് പെയിനും അക്യൂട്ട് പെയിനും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് അക്യൂട്ട് പെയിൻ, എന്താണ് ക്രോണിക് ഇൽനസ് എന്ന് പറഞ്ഞ് അവന്റെ ഡെഫിനിഷൻ അതിനെക്കുറിച്ച് കുറച്ച് വിശദീകരിച്ചിട്ട് ഒരു 1/2 പേജ് എങ്കിലും എഴുതുക. കാരണം 2 മാർക്ക് എന്നുള്ളത് ആ 2 മാർക്ക് നമുക്ക് അതുപോലെ കിട്ടണം. അപ്പൊ നിങ്ങൾക്ക് അത് അസോസിയേറ്റ് ചെയ്ത് എക്സാമ്പിൾസ്, അക്യൂട്ട് ഇൽനസ് എന്താണ്, അതിന്റെ ഡ്യൂറേഷൻ എന്താണ്, എങ്ങനെയാണ് അത് അനുഭവപ്പെടുന്നത്, പേഷ്യൻസ് എത്രത്തോളം സിവിയർ ഡിസീസിലാണ്, എത്ര നാളത് നിലനിൽക്കും, എന്ത് ട്രീറ്റ്മെന്റ് നമുക്ക് അവിടെ കൊടുക്കാം, അതൊക്കെ നിങ്ങൾക്ക് അവിടെ വിശദീകരിച്ച് എഴുതാം. അവിടെ ആരും അത് തെറ്റെന്ന് പറയത്തില്ല. ഇതിന് 1 മാർക്കും ഇതിന് 1 മാർക്കും ആണെങ്കിലും നിങ്ങൾക്ക് ഈ 1 മാർക്കിന് ഒരു 5-6 സെന്റൻസ് എഴുതാം. ഇവിടെയും 5-6 സെന്റൻസ് എഴുതാം. ഉറപ്പായിട്ടും നമുക്ക് ഈ 2 മാർക്ക് അതുപോലെ കിട്ടും. നെക്സ്റ്റ് ഇൽനസ്, ഇവിടെ ഞാൻ അതിന്റെ വിശദീകരിച്ചുള്ള നോട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. നെക്സ്റ്റ് മെഡിക്കൽ ഡയഗ്നോസിസ്, നഴ്സിംഗ് ഡയഗ്നോസിസ് കോമൺലി ചോദിച്ചിട്ടുള്ള മറ്റൊരു ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. നഴ്സിംഗ് ഡയഗ്നോസിസ് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 2ന്റെ 2ാമത്തെ യൂണിറ്റ് ആണ് നഴ്സിംഗ് പ്രോസസ്. അതിൽ നമ്മൾ നഴ്സിംഗ് ഡയഗ്നോസിസിനെ കുറിച്ച് പഠിക്കുന്നു. അവിടെ നമ്മൾ മെഡിക്കൽ ഡയഗ്നോസിസ് നഴ്സിംഗ് ഡയഗ്നോസിസ് തമ്മിലുള്ള ഡിഫറൻസ് പറ്റിയും ഡയറക്ട്ലി ഞാൻ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നോട്ടിൽ. ഇതാണ് നോട്ട്. നഴ്സിംഗ് ഡയഗ്നോസിസ് മെഡിക്കൽ ഡയഗ്നോസിസ് തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങൾക്ക് വിശദീകരിക്കാം. വിത്ത് എക്സാമ്പിൾ നിങ്ങൾക്ക് അവിടെ വിശദീകരിക്കാം. നെക്സ്റ്റ് അടുത്ത് വീണ്ടും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 2 അവിടെ ലിസ്റ്റ് ഡൗൺ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി, വിശദീകരിക്കേണ്ട ആവശ്യമില്ല, പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഇവിടെ 2 മാർക്കിന് 4 പോയിന്റ് ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ 5-6 പോയിന്റ് എഴുതുക. സപ്പോസ് 1-2 പോയിന്റ് തെറ്റായാൽ പോലും നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് എന്നുള്ളത് നഷ്ടപ്പെടാതിരിക്കാൻ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് 4 ഫാക്ടേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. 5-6 എഴുതുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 മാർക്ക് നിങ്ങൾക്ക് അതുപോലെ കിട്ടും. ഒരുപാട് ഫാക്ടേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും ഇൽനെസ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും. ഇവിടെ തന്നെ ഞാനത് കൊടുത്തിട്ടുണ്ട്, വേരിയബിൾസ്, ഇന്റേണൽ വേരിയബിൾസ്, എക്സ്റ്റേണൽ വേരിയബിൾസ്, അതിൽ തന്നെ ബയോളജിക്കൽ, എൻവയോൺമെന്റൽ, സൈക്കോളജിക്കൽ, അതിന്റെ ഓരോ സ്റ്റേജസ്, അതിന്റെ എന്തൊക്കെ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്ന എല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. പിന്നെ അടുത്ത് വരുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 4 ക്വാളിറ്റീസ് ഓഫ് നഴ്സ്. നമ്മൾ നഴ്സിംഗ് പ്രൊഫഷൻ ഓഫ് എ നഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് പ്രൊഫഷനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ക്വാളിറ്റീസ് ഓഫ് നഴ്സ്: കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇമോഷണൽ സ്റ്റെബിലിറ്റി, എംപതി, ഫ്ലെക്സിബിലിറ്റി, അറ്റൻഷൻ, ഇന്റർപേഴ്സണൽ സ്കിൽ, ഫിസിക്കൽ എൻഡ്യൂറൻസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, ക്വിക്ക് റെസ്പോൺസ്, റെസ്പെക്ട്. ഇതൊക്കെയാണ് പലതരത്തിലുള്ള ക്വാളിറ്റീസ്. നിങ്ങൾക്ക് ഇതും ലിസ്റ്റ് ഡൗൺ ചെയ്യാം, ഒപ്പം വിശദീകരിക്കണമെങ്കിൽ വിശദീകരിക്കാം. ക്വാളിറ്റീസ് ഓഫ് നഴ്സ്, റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് നഴ്സ്, ഇതൊക്കെ സാധാരണ 5 മാർക്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ആ കണക്കാക്കി തന്നെ പഠിക്കാം. 2 മാർക്കിൽ ചോദിച്ചാൽ അങ്ങനെയും എഴുതാം, 5 മാർക്കിൽ ചോദിച്ചാൽ ഡയറക്ട്ലി അങ്ങനെയും എഴുതാം. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗോ ത്രൂ ദീസ് ചാപ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നോക്കിയ എല്ലാ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സുകളിൽ നിന്ന്, ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയിൽ നിന്ന് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെ ആകണമെന്നില്ല. എന്നാൽ നഴ്സിംഗ് ഫൗണ്ടേഷനിൽ ചില ചാപ്റ്റേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതും ഉണ്ട്. നഴ്സിംഗ് ഫൗണ്ടേഷൻ 2-ൽ ചില ചാപ്റ്റേഴ്സ് നമുക്ക് സാധാരണ ഇതുവരെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തതുണ്ട്. അത് നമ്മുടെ ഫൈനൽ റിവിഷനിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനുസരിച്ച് ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കുക. അതിൽ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, ആ ചാപ്റ്റേഴ്സിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓരോ ചാപ്റ്ററിന്റെ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ, അതായത് ബയോകെമിസ്ട്രിയിലായാലും ന്യൂട്രീഷനിലായാലും ഫണ്ടമെന്റൽസ് 1-ലായാലും 2-ലായാലും ഓരോ ചാപ്റ്ററിനും ക്ലാസ് തന്നിട്ടുണ്ട്, നോട്ട്സ് തന്നിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ്
പഠിച്ച് തീർത്തതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കി പോർഷനിലോട്ട് പോയാൽ മതി. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഇതുവരെയുള്ള എക്സാമിൽ 100% ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെയായിരുന്നു ചോദിച്ചത്. ഞാൻ തന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിന്ന് തന്നെയായിരുന്നു ചോദിച്ചത്. നിങ്ങൾക്ക് അതുകൊണ്ട് അത്രയും ഉറപ്പോടുകൂടി അത് പഠിക്കാം. ഇനി ചോദിച്ചാൽ 1-2 ക്വസ്റ്റ്യൻ മാത്രമേ മാറി ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല വഴിയാണ് അത് ബേസ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് തന്നെ പഠിക്കാം. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ കോഴ്സിൽ ഇല്ലാത്ത കുട്ടികൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് സെം എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ബയോ കെമിസ്ട്രി പഠിക്കാൻ ഇച്ചിരി ടഫാണ്, പക്ഷെ 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉള്ളൂ. ന്യൂട്രീഷൻ പഠിക്കാൻ ഒരുപാടുണ്ട്, എന്നാൽ പഠിക്കാൻ പറ്റും, എന്നാൽ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ 50 മാർക്കിന് ക്വസ്റ്റ്യൻ വരികയും ചെയ്യും. ന്യൂട്രീഷൻ മാത്രം പഠിച്ചാൽ ഒരിക്കലും നമുക്ക് ബയോകെമിസ്ട്രി ന്യൂട്രീഷൻ പാസ്സാകാൻ പറ്റത്തില്ല. അത്രത്തോളം മാർക്ക് ബയോകെമിസ്ട്രി ന്യൂട്രീഷനിലും വാരിക്കോരി ഒരു ടീച്ചേഴ്സും ഇടത്തുമില്ല. വളരെ പിശുക്കിയാണ് ടീച്ചേഴ്സ് ബയോകെമിസ്ട്രി ന്യൂട്രീഷനും മാർക്ക് ഇടുന്നത്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടു സ്റ്റഡി ബോത്ത് ബയോകെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ. മനസ്സിലായല്ലോ? ബയോകെമിസ്ട്രി ന്യൂട്രീഷൻ പഠിക്കണം, രണ്ടും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് പാസ്സാകാൻ പറ്റൂ. അടുത്ത് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ആണ്. ഫസ്റ്റും സെക്കൻഡും രണ്ടും ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ തന്നെ വായിച്ച് പഠിക്കുക. ഒരുപാട് ഷോർട്ട് നോട്ടിലോട്ട് പോകാതിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് സബ്ജക്റ്റിനായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വളരെ കുറച്ച് സമയം നന്നായിട്ട് പഠിക്കുക. കേരള യൂണിവേഴ്സിറ്റിക്കാർക്ക് ഇനി കുറച്ച് സമയമേ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കും മറ്റു യൂണിവേഴ്സിറ്റിക്കാർക്കും ആവശ്യം പോലെ സമയമുണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ കളയാനല്ല, പ്ലാൻ ചെയ്ത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിലോ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആദ്യത്തെ ദിവസം മുതൽ നിങ്ങളുടെ എക്സാം വരെയും എത്ര തവണ വേണമെങ്കിലും കണ്ടന്റ്സുകൾ ഉപയോഗിച്ച് പഠിക്കാം. നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ കോഴ്സിന് ജോയിൻ ചെയ്യുക. 8891127927 എന്നുള്ള വാട്സാപ്പിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.